അദ്ദേഹം ആത്മഹത്യ അല്ലെങ്കിൽ പാമ്പിന്റെ ദംശനം വെച്ച് മരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത്തരം ഞാൻ പറഞ്ഞത് ഒരുപാട് പ്രവേശന കവാടങ്ങളുള്ള ഒരു പുസ്തകമാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഇതില് മാഷ് പരിചയപ്പെടുത്തിയ പോലെ ഖസാക്കിന്റെ ഒരു സ്ത്രീ വായന എന്ന രീതിയിൽ വരുമ്പോൾ ഈ പുസ്തകത്തിന്റെ ആകെത്തുകയിൽ ഖസാക്കിലെ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും ഒരുപക്ഷെ ആബിദയും തിത്തിമുമ്മ അതായത് അല്ലാത്തയുടെ ഭാര്യ, ഇവർ രണ്ടുപേരൊഴികെ എല്ലാവരും രവിയുടെ ഒരു ലൈംഗിക വസ്തുവായി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ്. ഒരു സ്ത്രീപക്ഷ വായന എന്ന് പറയുമ്പോൾ ആ കാര്യം നമുക്ക് പറയാതെ വയ്യ. അതേസമയം വളരെ സൂക്ഷ്മാർത്ഥത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ ഖസാക്കിലെ സുന്ദരി എന്ന് ഒ.വി. വിജയന്റെ പുസ്തകത്തിൽ പറയുകയും ഒക്കെ ചെയ്യുന്ന മൈമൂന സാധാരണ സ്ത്രീ കഥാപാത്രങ്ങളെ സ്ത്രീകളെ ഉള്ള എല്ലാ കൺസെപ്റ്റുകളെയും തകർത്തുകൊണ്ട് മൈമൂന ഖസാക്കില് രവിയെ പോലെ, നൈജാമലിയെ പോലെ, കളപിശാമുലാക്കയെ പോലെ, സയ്യിദ് മിയാൻ ഷെയ്ഖിനെ പോലെ നോവലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് മൈമൂന. നമ്മൾ സാധാരണ നന്മയുള്ള സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്നത് ഭയങ്കര കുടുംബിനിയായ, കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും രാവിലെ എഴുതിക്കുന്ന സ്ത്രീയാണ്, ഏറ്റവും നല്ല സ്ത്രീ, ഏറ്റവും വൈകിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനത്തെ പത്രവും സ്കൂളും പോലെ കഴുകിയിട്ട് പിറ്റത്തെ ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ച് കുടുംബത്തിൽ യാതൊരു കലഹവുമില്ലാതെ എല്ലാം സർവ്വം സഭയായി എല്ലാത്തിനോടും ക്ഷമിച്ച് ലൈംഗികമായ യാതൊരു ചിന്തകളും ഇല്ലാതെ കുടുംബത്തിനുള്ളിൽ അത്രയും ഭദ്രമായി ജീവിക്കുന്ന, കുടുംബത്തിൽ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള, വളരെ പാരിശുദ്ധമായിട്ടുള്ള ഒരു സ്ത്രീയായിട്ടാണ് അതുവരെയും മിക്കവാറും സ്ത്രീകളെ കുറിച്ചുള്ള സങ്കല്പം. ഇവിടെ മൈമൂനൊക്കെ തകർത്ത് ഒരു കൂസലില്ലാത്ത ഒരു കാട്ടുകൂടത്തിനെ പോലെ ഖസാക്കിൽ സ്വൈര വിഹാരം നടത്തുന്നുണ്ട്. അവിടെ അവൾക്ക് ഈ ലൈംഗികതയൊന്നും പ്രശ്നമല്ല. പക്ഷെ അവരുടെ മൈമൂനയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം നൈജാമലി ആയിരുന്നു യഥാർത്ഥത്തിൽ മൈമൂനക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ, അല്ലെങ്കിൽ അവര് തന്നെ സ്വയം തീരുമാനിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ നല്ല റീസൺ ഉണ്ട്, പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. നൈജാമലിയെ വിവാഹം കഴിക്കാതെ വേറൊരു ആളെയാണ് മുങ്ങാക്കൊഴി നെറ്റിൽ മുങ്ങിത്തപ്പി സാധനങ്ങളെടുക്കലാണ് പരിപാടി. അത് മാത്രം ജീവിതമായിട്ട് അതിന് ഒബ്സസ്ഡായിട്ട് നടന്നവരാണ്. അപ്പോൾ വളരെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള, വളരെ ജൈവികമായ ചോദനകളുള്ള മൈമൂനയെ അങ്ങനെ ഒരു വളരെ യാന്ത്രികനായ ഒരു വ്യക്തി, അത് അയാളെ കുറിച്ചാണ്. ഇപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെയും തെറ്റുകാരനായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു അതർ സൈഡിൽ, ഒരു മനുഷ്യന്റെ അപ്പുറത്തെ സൈഡിലേക്ക് വെച്ചുകൊണ്ട് വിജയൻ ചിത്രീകരിക്കുന്നില്ല. വിജയൻ ചിത്രീകരിക്കുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ മനുഷ്യത്വം വിജയൻ കണ്ടില്ല. അപ്പൊ അപ്പുക്കിളി ആയാലും എവിടെയും അവൻ പരിഹസിക്കപ്പെടുന്നില്ല. അപ്പുക്കിളിയെ നമ്മൾ വളരെ സാന്ദ്രമായിട്ട്, അതേസമയം നമ്മുടെ ജീവിതത്തിൽ സാധാരണ എന്താണ്, ഒരു നോർമൽ അല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ സത്യസന്ധമായിട്ട് വരുന്നത് അയ്യോ എന്നുള്ള, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ അഭിനയങ്ങളിലേക്ക് നമുക്ക് പോകണം. പക്ഷെ ഖസാക്കിൽ ഒരുപാട് നോർമൽ അല്ലാത്ത ജീവിതം ജീവിക്കുന്നവർ തന്നെയാണ് അവിടെ ഒരുപാടുള്ളത്. അപ്പൊ മൈമൂനയാണ് അതിലെ സ്ത്രീ കഥാപാത്രം. അതേസമയം മൈമൂന ഇത്രയും സത്യസന്ധ അവളോട് തന്നെ ആയിരിക്കുമ്പോഴും മൈമൂന ഏറ്റവും ക്രൂരയായിട്ടുള്ള സ്ത്രീ കൂടിയാണ് അതിൽ. നമുക്കറിയാം ആബിദ ഉങ്ങാമ്പുഴയുടെ സഹോദരിയാണ്. അവള് 2 മാസമോ മറ്റുള്ള സമയത്താണ് അമ്മ മരിച്ചത്. അതിനുശേഷം വളരെ ഏകാഗിയായിട്ട് അവള് ചെന്നിരുന്ന് ചെറിയവലിയോടും സയ്യിദ് മിയാൻ ഷെയ്ഖിനോടൊക്കെ സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഗർഭത്തോടുള്ളിലാണ് നമുക്കത് വായിച്ചു തീർക്കാൻ പറ്റില്ല. ആ ആബിദയെ മൈമൂന വളരെ ക്രൂരമായിട്ടാണ് സമീപിക്കുന്നത്. നമുക്ക് ആ പുസ്തകം വായിക്കുന്നത് മനസ്സിലാവും. അത്ര ക്രൂരത, ഒരേ സമയത്ത് ഏറ്റവും ജൈവികമായ ഏറ്റവും ജീവസുറ്റ കഥാപാത്രമായിട്ടിരിക്കുകയും ഏറ്റവും ക്രൂരമായിട്ടൊരു, ഇപ്പോൾ മുങ്ങാമ്പുഴയെ പോലും ഏതൊക്കെയോ കാരണങ്ങളെ, മുങ്ങാമ്പുഴ എന്ന് പറയുന്ന ആളുടെ തെറ്റല്ല മൈമൂനായിരുന്നത് അവരുടെ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷെ അവരെ പോലും ഒരു മുങ്ങാമ്പുഴയെ ഒരേ സമയം പരിഗണിക്കുകയും അതേസമയം വഞ്ചിക്കുകയും ചെയ്യുന്ന, പിന്നീട് പല ആളുകളും
അന്യായികളും ഒക്കെ ചെയ്യുന്നുണ്ട്. വഞ്ചിക്കുകയും ചെയ്യുന്നൊരു ആളായിട്ട് മണിമൂലം വരുന്നുണ്ട്. അതേപോലെ ദിവ്യമ്മ വളരെ നന്മയുള്ള ഒരു കഥാപാത്രമാണ്. ഇങ്ങനെ നിരവധി സ്ത്രീ കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങൾ ഒറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് ഒരു സ്ത്രീ പക്ഷെ ആശയമായ രീതിയിൽ പുരാതന കാലം മുതലേ സ്ത്രീകളെ ഒരു ലൈംഗിക വസ്തുവായിട്ട്, അല്ലെങ്കിൽ ലൈംഗിക വസ്തു പറയുമ്പോൾ എപ്പോഴും സെക്സ് ചെയ്യാനുള്ള ഒരു അവസ്ഥ എന്നുള്ള രീതിയിലല്ല, ഒരു ഉപകരണം മാത്രമായിട്ട് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ ജനുവനായിട്ടുള്ളതോ ഇല്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് സത്യസന്ധതയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഖസാക്കില് ചിത്രീകരിക്കപ്പെടുന്നത്. എവിടെയോ ഒരു പ്രതിഷേധത്തിന്റെയോ ഒരു നാരായണിയുള്ള കഥാപാത്രമുണ്ട്, കല്യാണമൊക്കെ എല്ലാ കഥാപാത്രങ്ങളും, ചാന്തുമ്മയുണ്ട്, ഇവരൊക്കെയും ആ രീതിയിൽ തന്നെയാണ് വിജയനായാലും രവിയായാലും അതിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള പരിമിതിയാണ് നമുക്കറിയില്ല. കാരണം ഒ വി വിജയന്റെ ഏകദേശം ജീവിത സാഹചര്യങ്ങൾ ദാർശനിക തലത്തിൽ പുനർജീവിക്കുകയാണ് ഖസാക്കിൽ രവി ചെയ്യുന്നത്. അപ്പോൾ എന്തോ അർത്ഥത്തിൽ അത് ആ രീതിയിൽ വന്നുപോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ വിശകലനം ചെയ്യാന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഒരുപാട് സാധ്യതകൾ, ഞാൻ ആദ്യം പറഞ്ഞ ഒരുപാട് ജനലുകളുള്ള, ഒരുപാട് വാതിലുകളുള്ള, നമ്മുടെ ആശയങ്ങൾക്കനുസരിച്ച് വായിച്ചെടുക്കാനും വിമർശിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു പുസ്തകമായിട്ട് ഖസാക്കിന്റെ ഇതിഹാസം, അല്ലെങ്കിൽ ഈ 50 വർഷങ്ങളും ഈ പുസ്തകം വായിക്കപ്പെടില്ല എന്നുള്ളത് ഉറപ്പാണ്. വീണ്ടും വീണ്ടും പതിപ്പുകൾ ഇറങ്ങുന്നത് വൃദ്ധരെയും യുവാക്കളെയും ഒരുപാട് ചിന്തകളിലേക്ക് നയിക്കുന്ന ഒരു പുസ്തകമാണ്. തീർച്ചയായും ഇനിയും വായിക്കുക. ഞാൻ പണ്ട് പ്രീ ഡിഗ്രി അവസാനം എഴുതുക, ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് വായിക്കുന്നത്. അന്ന് വായിച്ചതിന് ശേഷം വീണ്ടും വായിക്കുമ്പോൾ അത്രയും അത്ഭുതകരമായ കാര്യങ്ങളാണ് അതിലുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും വായിക്കാം, ഇനിയും സംവാദങ്ങൾ നടത്താം. താങ്ക് യു. ആമുഖം ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് വിഷയത്തിലേക്കാണ്. ഞാൻ ഖസാക്ക് വായിക്കുന്നത് ഈ കാക്കശ്ശേരി ലൈബ്രറിയനായിട്ട് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ് ചുമതല എടുക്കുന്ന സമയത്താണ് ആദ്യമായി. അന്ന് മടിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെ അപ്പുറത്തേക്ക് ഖസാക്കിൽ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. എല്ലാ പുസ്തകങ്ങളും വായിക്കും. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതുന്ന വരികയില്ല കുറച്ച് കാലമാണ്, ഒരു 6 മാസക്കാലമാണ്. അത് കഴിഞ്ഞിട്ട് രീതി ചേർന്നിട്ട് കുറച്ച് കാലമാണ്. അന്ന് കാക്കശ്ശേരി ലൈബ്രറിയെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ലൈബ്രറിയുടെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് അവിടെ ലൈബ്രറിയിൽ പകല് കാലത്ത് മുഴുവൻ ഞാൻ ലൈബ്രറിയിലെത്തും. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏകദേശം ഒരു 600-ലേറെ പുസ്തകങ്ങൾ വായിച്ചെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടാണ്. അപ്പൊ അതിൽ വായിച്ച പുസ്തകങ്ങൾ ഒരുപാട് സ്വാധീനിച്ച പുസ്തകങ്ങളുണ്ട്. പക്ഷെ അത്തരത്തിൽ നമുക്ക് കൂട്ടത്തിൽ വരാത്തൊരു പുസ്തകമാണ് എന്നാണ് എനിക്ക് അന്ന്. രണ്ടാമത് പിന്നെ ഞാൻ വായിക്കുന്നത് MA മലയാളത്തിന് കേരളത്തിൽ പഠിക്കുന്ന സമയത്ത് ആ പഠനത്തിന്റെ ഭാഗമായിട്ട്, വിമർശനത്തിന്റെ ഭാഗമായിട്ട് വിമർശന നോവൽ വിമർശനത്തിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ലീലാവെടുത്തവരുടെയും അതുപോലെ തന്നെ അന്നത്തെ പ്രധാനപ്പെട്ട വിജയമാസ് ഉൾപ്പെടെയുള്ളവരുടെയും ഇത്തരത്തിലുള്ളതായ മൊത്തം നോവൽ വിമർശനത്തെ സംബന്ധിക്കുന്ന പഠനങ്ങളിലൂടെ കടന്നു പോകുന്നു. ചില സംവാദങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും അത്തരത്തിൽ രണ്ടാമത് വളരെ ഗൗരവമായി ഖസാക്കിനെ അന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ആശാമേനനെ സംബന്ധിച്ചിടത്തോളം. ആശാമേനൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇതുപോലെ തന്നെ ഒരു വിമർശകൻ, ഒരാൾ ശ്രദ്ധിക്കുന്ന ഒരു വിമർശകൻ. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഒരു പുനർവായന നടത്തുന്ന സമയത്ത് എനിക്ക് അന്നേ തോന്നിയ ചില അന്നും എനിക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഇതിഹാസത്തിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ആ പുസ്തകത്തില് ഒരുപക്ഷെ എനിക്ക് അതിനേക്കാൾ തന്നെ സ്വാധീനിച്ചത് കാക്കനാടനും മുകുന്ദനുമായി. ഭാഷയുടെ കാര്യത്തിൽ ഉൾപ്പെടെ വിജയനേക്കാൾ ഞാൻ ഇഷ്ടപ്പെട്ട വിജയന്റെ കഥകളേക്കാണ് അത്. പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ നോവലുകളും വായിച്ചിട്ടുണ്ട്.
തുടക്കത്തിൽ ആദ്യം വായിച്ചത് ഖസാക്കാണെങ്കിലും പിന്നീട് ഞാൻ മാഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ നോവലും അത് കഴിഞ്ഞിട്ട് ധർമ്മപുരാണം അവസാനം വരെയുള്ള നോവലുകളൊക്കെ തന്നെ വായിക്കുക, മധുരം കായലും എല്ലാം വായിക്കുമ്പോഴും എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അന്നത്തെ സമൂഹത്തിന് രാധാകൃഷ്ണൻ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് നമ്മളുടെ ടിവികൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടെലിവിഷൻ നമ്മളുടെ സ്വീകരണമുറിയിൽ എത്തിക്കുന്ന സാമൂഹ്യ വിമർശനത്തിന്റെ റോളാണ് അന്ന് പ്രധാനപ്പെട്ട സാഹിത്യ കൃതികളെല്ലാം നിർവഹിച്ചിരുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ സമൂഹത്തിന്റെ നേരെ പിടിച്ച കണ്ണാടിയാണ് ഓരോ പുസ്തകവും. നമ്മളൊക്കെ അന്ന് ഞാൻ എൻ്റെ വായനയിലൂടെ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ എന്നിൽ രൂപപ്പെടുന്നത് അന്നത്തെ സമൂഹത്തെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടാണ്. ഈ അർത്ഥത്തിൽ നോക്കുമ്പോഴാണ് ഇന്ന് രണ്ടാമത് അല്ലെങ്കിൽ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഖസാക്കിനെ വായിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ സാമൂഹ്യ വിമർശനത്തിന്റെ ധർമ്മം നിർവഹിക്കുന്ന നമ്മളുടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ആധുനിക സങ്കേതങ്ങൾ നടത്തിയതുപോലെക്കാൾ ഗൗരവമായ ഒരു വീക്ഷണ വ്യതിയാനം കേരളത്തിൽ ഉണ്ടാക്കിയ നോവലാണ് ഖസാക്കിന്റെ ദിവസം. അതുകൊണ്ടാണ് ഒരുപക്ഷെ വിമർശകരെല്ലാം സമ്മതിക്കുന്ന ഖസാക്കിന് മുൻപും ഖസാക്കിന് ശേഷവും എന്ന രീതിയിൽ മൊത്തം സാമൂഹ്യ വിമർശനത്തെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാഹിത്യ കൃതികളെ തന്നെ രണ്ടായിട്ട്, നോവലുകൾ പ്രത്യേകിച്ച് രണ്ടായിട്ടാണ്. അത് ആധുനികതരം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആധുനിക കാലം, ആധുനികോത്തരം എന്നൊക്കെ പറയുന്ന പല പേരുകളിൽ പറയുമ്പോൾ പോലും ഈ സമൂഹത്തെ നേരെ തിരിച്ചു പിടിച്ച കണ്ണാടി അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ഉണ്ടാകേണ്ടുന്ന ഒരു സാമൂഹ്യ പ്രക്രിയയുണ്ട്. സമൂഹത്തെ കുറിച്ച് നമുക്കുണ്ടാകുന്ന ചില സങ്കല്പങ്ങൾ. അതിൽ ഏറ്റവും ഗൗരവമായി എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രെഡായിട്ട് നിൽക്കുന്നത് ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകനായി വരുന്ന രവിയുടെ ചുറ്റുമുള്ള ജീവിതത്തെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 60കളുടെ അല്ലെങ്കിൽ 70കളുടെ 60നും 70നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ ഏതൊരു ഗ്രാമത്തിനകത്ത് നടക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള സംവാദങ്ങളുടെ ഒരു നേർചിത്രം നമുക്ക് വിജയന്റെ ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഓരോ കഥാപാത്രത്തിനകത്തും വേണമെങ്കിൽ കാണാം. അന്നത്തെ കാലഘട്ടത്തെ കുറിച്ചുള്ള മറ്റ് നോവലുകളും മറ്റ് അന്ന് നടക്കുന്ന സാമൂഹ്യ സംഘർഷങ്ങളും അന്ന് നടക്കുന്ന ഏകാധ്യാപക വിദ്യാലയങ്ങളെ സംബന്ധിക്കുന്ന അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനും ഒരുപക്ഷെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിസിക്സ് പഠിച്ച ആളാണ് രവി. പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമുള്ള സബ്ജക്ട് മെറ്റാഫിസിക്സ് ആണ്. അവിടെ നിന്ന് തുടങ്ങുന്നു അതിൻ്റെ വൈദ്യുതി. ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹത്തിൽ നടത്തിയിരുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പൊ ഞാൻ കാക്കശ്ശേരിക്കാരനാണ്. ഞാൻ അന്ന് കാക്കശ്ശേരി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് പോലും ഈ നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഒരു മദ്രസ, ഇപ്പൊ ഇവിടെ ഒരു മുസ്ലിം ഗവൺമെന്റ് പക്ഷെ എവിടെയും അതിലേക്ക് പോകുമ്പോഴേക്കും നമുക്കറിയാം അന്ന് എന്റെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്ന മുസ്ലിം ബാലന്മാരുടെ കുടുംബങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ളതായിട്ടുള്ള വിശ്വാസങ്ങളും അത് അവരെ എങ്ങനെയാണ് ഭരിക്കുന്നത് എന്നത് എന്റെ സ്കൂൾ ജീവിതത്തിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ സയൻസ് അതിനകത്ത് കയറി വരുമ്പോൾ വിശ്വാസവും സയൻസും തമ്മിലുള്ളതായിട്ടുള്ള വിശ്വാസവും അതുപോലെ തന്നെ സമൂഹത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലിനു വേണ്ടിയുള്ള സമരങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചാരണം. ഈ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അന്നത്തെ പ്രധാനപ്പെട്ട അധ്യാപകരായിട്ടുള്ള ഏകാധ്യാപക വിദ്യാലയങ്ങളിലും പ്രൈമറി അധ്യാപക വിദ്യാലയങ്ങളിലും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ് സയൻസിന്റെ ചിന്ത, യുക്തിബോധത്തിന്റെ ചിന്ത, ശാസ്ത്രത്തിന്റെ ചിന്ത സമൂഹത്തിൽ വന്നുകൊണ്ടിരുന്നു. അപ്പൊ അന്നവിടെ കൃത്യമായി അവിടെ നമ്മൾ പറയുന്ന ഇന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള എന്താണ് ഒരു സ്കൂൾ ഓഫ് തോട്ട് നിലനിൽക്കുന്നത്. ഒന്ന് വളരെ കൃത്യമായി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മളുടെ ഈ ഇതിനകത്ത് പറയുന്ന എന്താണ് വളരെ കൃത്യമായിട്ടുള്ള പൂശാരിയുടെ ആ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം രവി ഒരു ഘട്ടത്തിൽ വളരെ തൻ്റെ എന്താണ് ഈ എല്ലാതരം പ്രവർത്തനങ്ങളിലും സംതൃപ്തി നൽകാതെ മാധവന്മാരെ കൂട്ടിയിട്ട് കൽപ്പന കേൾക്കാൻ പോകുന്ന ഒരു സീനുണ്ട്.
അതിനു മുൻപ് പലതരത്തിലുള്ളതായിട്ടുള്ള പൂശകളിലൂടെ ഓരോ ആൾക്കും രോഗം വന്നാൽ പൂശാരിയുടെ അടുത്ത് പോവുകയും അതിനെ എന്താ തരത്തിലുള്ളതായിട്ടുള്ള മന്ത്രവാദം ചെയ്യുക എന്നതിനെ അവിടെ പൊതുവായി കേൾക്കുമ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് മരുന്ന് വാങ്ങിക്കാൻ പോകുന്ന രീതിയെ നമുക്ക് കാണാം. അതാണ് ശാസ്ത്രബോധം അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഏകാധ്യാപക വിദ്യാലയത്തിനകത്ത് കൂടെ അന്ന് കേരളത്തിൽ വന്നുകൊണ്ടിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട്. 3 സ്കൂൾ ഓഫ് തോട്ടാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്ന് പാരമ്പര്യത്തിലൂന്നിയ ഹൈന്ദവവാദത്തിലൂന്നിയ സ്കൂൾ ഓഫ് തോട്ട്, അതിനൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു തരത്തിലുള്ളതായിട്ടുള്ള ബൗദ്ധൻ എന്ന് പറയുന്ന മുസ്ലിം വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഫണ്ടമെന്റൽ മുസ്ലിമുണ്ട്. അതിനകത്തു നിന്ന് തന്നെ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുന്ന കാലഘട്ടമാണ്. മൂന്നാമത്തത് ഇതിനൊക്കെ എതിരായി പ്രവർത്തിക്കുന്ന സമൂഹത്തിനകത്ത് ഇടപെട്ട് പ്രവർത്തിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രത്തിന്റെ യുക്തിബോധത്തിന്റെ ആശയപ്രചാരണത്തിന്റെ വേദിയായി മാറേണ്ടുന്ന ഏകാധ്യാപക വിദ്യാലയം ഇത് സമൂഹത്തിനകത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് 60കളിലും 70കളിലും. അവിടെ അതിനെ നേരെ തിരിച്ചു പിടിച്ച കണ്ണാടി എന്ന രീതിയിൽ വിജയന്റെ പുസ്തകം വരുന്നതോടുകൂടി ആ സമൂഹത്തിൽ നടക്കുന്ന പ്രവർത്തനത്തെ നമ്മളൊക്കെ നോക്കിക്കാണുന്നത്. ഞാനത് വളരെ അത്ഭുതപ്പെടുത്തുന്നത് MA പഠിക്കുമ്പോൾ വായിക്കുമ്പോഴാണ്. അന്ന് അതിനെ പറ്റിയിട്ട് ഞാൻ അടക്കം ഉൾക്കൊള്ളുന്ന ഏകാധ്യാപക വിദ്യാലയത്തിനകത്ത് എന്തൊക്കെ നടക്കാമെന്നതാണ് ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചിത്രം. 80കളിലെ വന്ന ബാലേന്ദ്രന്റെ അരവിന്ദന്റെ പോക്കുവഴി ഉൾപ്പെടെയുള്ള പുതു ജനറേഷൻ സിനിമകളിലൂടെയും ഒരു നായക സങ്കല്പം എന്നുള്ളത് രവിയിൽ നിന്ന് വളർന്നു വന്നതാണ്. അപ്പൊ അന്നത്തെ യുവാക്കളെ ഉൾപ്പെടെ സമൂഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരയിലേക്ക് ബോധപൂർവം കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ഇടപെടലാണ്. ഒരുപക്ഷെ ബോധപൂർവമാണെന്ന് ഞാനിപ്പോ പറയുന്നത് ഈ പറയുന്ന 50 വർഷത്തിന്റെ കാലഘട്ടത്തിൽ നടത്തുന്ന എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ട്. പക്ഷെ അതാണ് ഞാൻ ഇന്ന് കാണുന്ന ഖസാക്കിന് ശേഷമുള്ള കേരളവും ഖസാക്കിന് മുൻപുള്ള കേരള സാഹിത്യവും അല്ലെങ്കിൽ മലയാള സാഹിത്യവും തമ്മിലുള്ള ഒരു വ്യത്യസ്തമാണ്. ഇത് എന്റെ വ്യക്തിപരമായ വായനയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ അത് നോവലിന്റെ ഒരു കുറവായിട്ടല്ല ഞാൻ കാണുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ഓരോ സാഹിത്യകൃതിയിലും. അത് ഞാൻ വളരെ കൃത്യമായി വിശ്വസിക്കുന്നതാണ്. അത് ധർമ്മപുരാണത്തിലൂടെയും മധുരങ്കാരിയിലൂടെയും പറഞ്ഞു വെച്ച അതേ രാഷ്ട്രീയം തന്നെയാണ് ഖസാക്കിലും പ്രതിഫലിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ അത് ഉത്തരാധുനികതയുടെ ഒരു സൂചകമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അത് ഓരോരുത്തർക്കും അവരവരുടെ വായനയുടെ തലത്തിൽ നിന്നുകൊണ്ടുവരാം. പക്ഷേ അന്ന് വരെ സമൂഹത്തിനകത്തുണ്ടായിരുന്ന ചില കാര്യങ്ങൾ കാരണം വളരെ കൃത്യമായിട്ട് അതിനകത്ത് നടത്തുന്ന ഒരു സംഘർഷം ഓത്തുപള്ളിയിലൂടെ പോകുന്ന ഒരു വിശ്വാസ പ്രമാണത്തിന്റെ പഴയ കഥകളുടെ അറബി കഥകളുടെ ആ രീതിയിലുള്ളതായ സമൂഹത്തിനകത്ത് നിലനിർത്തേണ്ടുന്ന ഒരുപാട് ജീവിതകാമങ്ങൾ തേടി അറിയുന്ന സമയത്ത് അതിനെ നിയന്ത്രണ രൂപത്തിൽ അതിനെ സമൂഹത്തിന്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ കഥകളുടെ രൂപത്തിൽ പലതരത്തിലുള്ളതായിട്ടുള്ള ഓരോ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിനിധിപ്പെടുത്തുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനെ പോകുന്നതിനെ അത് പ്രതിരോധിക്കാൻ, അതായത് ഒരു കാലഘട്ടത്തിലെ മൊല്ലാക്കയുടെ തുടർച്ചക്കാരനായിട്ട് വരുന്ന ആളാണ്, അല്ലെങ്കിൽ തുടർച്ചക്കാരനായിട്ട് മൊല്ലാക്ക കണ്ടെത്തുന്ന ആളാണ് നൈസാമി. ആ നൈസാമിയാണ് അതിൽ നിന്ന് വേറിട്ട് പോവുകയും തിരിച്ച് തനിക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് വരുമ്പോൾ എന്താണ് അതേ ഹോസ്പിറ്റലാണെന്ന സമയത്ത് പാലക്കാട് ആശുപത്രിയിലാവുന്ന സമയത്ത് വീണ്ടും തിരിച്ച് ആ പള്ളിയിൽ കയറി വാങ്ങു വിളിച്ചുകൊണ്ട് ആ സ്ഥാനം എടുക്കുന്ന കല്യാണിയാണ് നമ്മൾ പിന്നെ കാണുന്നത്, നൈസാമിയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇതിന്റെ മാറ്റം. ആ നൈസാമി തന്നെയാണ് അതിനകത്ത് തന്റെ എതിരാളിയായി മാറുന്ന രവിയെ അത് മനസ്സിലാക്കി കഴിയുന്ന സമയത്ത് കീഴ്പ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ തനിക്ക് ഏറ്റവും നല്ല ശത്രു, ഏറ്റവും തന്നോടൊപ്പം നിൽക്കുന്ന ശത്രുവാണെന്ന് അറിയുമ്പോൾ അയാൾക്ക് കഴിവുകൊടുത്തുകൊണ്ടാണ് അവസരം കാത്തിരിക്കുന്ന ഒരു നൈസാമിനെയാണ് നമ്മൾ കലാപത്തിൽ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം പക്ഷേ ആ പാമ്പുപിടുത്തക്കാരനായി പ്രത്യക്ഷപ്പെട്ട നൈസാമിൽ തന്നെ ആ ഒരു പാമ്പിന്റെ ദംശനത്താൽ നയിക്കുന്ന രവിയുടെ മരണം കാത്തു കിടക്കുന്ന രവിയിൽ ആ നോവൽ അവസാനിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പറയാൻ
കഴിയില്ല. ജീവിതത്തിലൂടെ എന്ത് സന്ദേശമാണ് സത്യത്തിൽ ഒരു നായകനെ സംബന്ധിച്ച്, അന്നത്തെ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഫിസിക്സ് പഠിക്കുകയും മെറ്റാഫിസിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്തകളിൽ അഭിനയിക്കുകയും ചെയ്യുന്ന, സയൻസ് പഠിപ്പിക്കേണ്ട കുട്ടികളിലേക്ക് കൃത്യമായ രീതിയിൽ എന്താണ് ജന്തു ശാസ്ത്രമാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷേ കർമ്മഫലത്തെ കുറിച്ച് ഉള്ള ചർച്ചയോട് കൂടിയിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത് ഒരു ഘട്ടം. അതിനപ്പുറത്തേക്കുള്ള ജന്തു ശാസ്ത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നതിനെ പറ്റി അത് പരാമർശമേ ഇല്ല. അതാണ് പഠിപ്പിക്കേണ്ടത് അറിയാം. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഏകാചാര്യ വിദ്യാലയങ്ങൾ കേരളത്തിൽ മാറ്റം വരുത്തേണ്ടിയിരുന്നത്? അത് വരുത്താതിരുന്നതിനെ സത്യവൃത്തികളായി കാണുകയാണോ അതോ ബോധപൂർവമായി കാണുകയാണോ എന്നറിയില്ല. അതിലൂടെ വിജയിച്ച ഏറ്റവും വലിയ പാതകം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിനകത്ത് വരുത്തേണ്ടുന്ന മാറ്റം, അതുപോലെ തന്നെ ശാസ്ത്ര പ്രചരണത്തിലൂടെ അല്ലെങ്കിൽ ശാസ്ത്രബോധം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് വരുത്തേണ്ടുന്ന മാറ്റം. അർബുദ രോഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും മാധവനാർക്ക് കഴിയുന്നില്ല. അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനോ ആരായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നില്ല, ഈ ഗതി ചെയ്യുന്നില്ല. എനിക്കതറിയാം അതെന്താണെന്നുള്ളത് അയാളുടെ ഭാഷയിൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിനല്ല അതിന് ശ്രമിക്കുന്നത്. മറിച്ച് പിന്നെ മാധവനാരെ കുട്ടി പോകുന്നത് ആ പൂശാരിയുടെ അടുത്ത് കൽപ്പന കേൾക്കാനാണ്. ഇത് ഭയങ്കര ഈ വൈദ്യുതി നമ്മൾ വായിച്ചു പോകുമ്പോഴേക്കും ഇത് കൃത്യമായി അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് വേറെ ചിന്തയാവാം. ഒരു നോവലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ കൃത്യമായി നല്ല രീതിയിൽ വായിച്ചു പോകുന്നതിനുള്ള അനുഭവം ആ നോവലിനകത്ത് ആകെ നമുക്ക് കിട്ടുന്നത് അതിന്റെ ഭാഷ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഒരുപക്ഷെ എനിക്ക് ഇതിനേക്കാളും ഭാഷയെ സൂക്ഷ്മമായി ഉപയോഗിച്ചിട്ടുള്ളത് ബഷീറാണ്. തന്റെ സാഹിത്യത്തിനെ കൃത്യമായ രീതിയിൽ പ്രദർശിക്കുന്നതിന് വേണ്ടി ബഷീർ അത് ഉപയോഗിക്കും. പക്ഷെ അതേ ടാക്ടിക്സ്, തന്ത്രം എന്നാണ് ഞാൻ പറയാം, അതേ തന്ത്രം തന്നെ വളരെ കൃത്യമായ രീതിയിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ആശയപ്രചരണത്തിന് വേണ്ടി ഒരു വ്യത്യസ്ത നിലപാടുകൾ എടുത്തുകൊണ്ട് വിജയൻ ഗതാഗത ഇതിഹാസത്തിൽ അത് നടത്തുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ഭാഷാ പ്രയോഗം അതിനകത്ത് വളരെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നു. അത് ഒരു ഘട്ടത്തിൽ അതിന് വളരെ നിശ്ചിതമായ വിമർശനം വന്ന സമയത്ത് അതിനെ തിരിച്ചു പ്രതിഷ്ഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനകത്തുള്ള ഓരോന്നിനെയും കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഇതിഹാസത്തിൽ തന്നെ ഇതിന്റെ പല സന്ദർഭങ്ങളിലെയും വിരുദ്ധമായ രീതിയിൽ അന്ന് എഴുതിയതിനേക്കാളും കുറെ കൂടി അതിനൊരു പ്രത്യേക രീതിയിലുള്ള പരിവേഷം കിട്ടുന്ന രീതിയിലുള്ള വിശദീകരണങ്ങൾ പലപ്പോഴും ഇതിഹാസത്തിലാണ്. ഞാനിത് കൂടുതലായിട്ടും എന്താണ് ആഴത്തിൽ ചിന്തിക്കുന്നത് MA-ക്ക് ഇതിന് ക്രിറ്റിസിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഞാൻ സൂചിപ്പിച്ച ആളാണ്. പക്ഷേ അതിനേക്കാളും ശേഷം ഒരു 4 മാസം മുമ്പ് ഒരു ദിവസം വെല്ലുമായിട്ടുള്ള സംസാരത്തിനിടയിലാണ് ഇത്തരത്തിലുള്ളതായിട്ടുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ഒരു വിമർശനം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ എനിക്കുണ്ടായിരുന്ന ചില ചിന്തകൾക്ക് കുറെ കൂടി കൃത്യമായ രീതിയിൽ അതൊരു പക്ഷേ അന്നത്തെ 60കളുടെയും 70കളുടെയും സാമൂഹ്യ പശ്ചാത്തലവും അന്നത്തെ നോവലുകൾ, അന്നത്തെ റിയലിസ്റ്റിക് നോവലുകളായാലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോവലുകളായാലും സമൂഹത്തിനകത്തേക്ക് തിരിച്ചു പിടിച്ച കണ്ണാടികളായി പ്രവർത്തിച്ച ആ കാലഘട്ടത്തിന്റെ ആ സാഹിത്യകൃതികളുടെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവത്തിലല്ലേ ഗസാൽ എന്ന് ബോധപൂർവം ചിന്തിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ എന്റെ നിരീക്ഷണങ്ങൾ അറിയിച്ചത്. ഇതൊരു എന്താണ് അവസാനത്തെ ഒരു എന്താണ് കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ ഇത് ഒരുപക്ഷെ നമ്മളുടെ സാധാരണ ചിന്തകൾക്ക് അപ്പുറത്തേക്കുള്ള കാഴ്ചപ്പാടാണ്. ഒരൊറ്റ കാര്യം കൂടിയാണ് ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ ആ നോവലിലൊക്കെ ഒരുപാട് കഥാപാത്രങ്ങളെ ഒക്കെ തന്നെ സകലിതമായ രൂപത്തിൽ നമ്മൾ കാണും. തുടക്കത്തിൽ കുമൻകാവിലേക്ക് വണ്ടിയിറങ്ങുന്ന ആളുടെ വേഷത്തിൽ നിന്ന് തുടങ്ങുകയും അവസാനിപ്പിക്കുമ്പോഴേക്ക് പോകുന്നതിനകത്ത് ഒരുപാട് തരത്തിലുള്ളതാണ്. ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് തരംഗ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദികളും അതുപോലെ തന്നെ ഉന്നതികളുമുള്ള കൃത്യമായ വേവുള്ള ആ വേവിലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു മനസ്സാണ് രവിയുടെ മനസ്സ്. പക്ഷെ അതിലൂടെ ആ നോവൽ ഉടനീളം നമ്മൾ കാണുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കൃത്യമായ രീതിയിലുള്ളതായിട്ടുള്ള വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൃത്യമായ ഒരു
ചിന്താ രീതി അതിനകത്ത് നമുക്ക് ഒരു കഥാപാത്രത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്നവർക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാത്തിനെയും കൊണ്ടുവരുന്നത് അതിന്റെ പുറകിലുള്ളതായ ചരിത്രം എന്ന് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. മാധവൻ നായരായിക്കോട്ടെ, ശിവരാമൻ നായരായിക്കോട്ടെ, അതിനകത്ത് വരുന്ന എല്ലാ കഥാപാത്രങ്ങളും അല്പമെങ്കിലും അതിൽ വ്യത്യസ്തരായി നിൽക്കുന്നു എന്ന് തോന്നും. അത് ശിവരാമൻ നായരാണ്. പക്ഷെ ശിവരാമൻ നായരുടെ ജീവിതത്തിനകത്തേക്ക് പറയുന്ന ഭാഗങ്ങളിൽ ഒരു പരിധിവരെ മാധവൻ നായർ എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പോലും അതിൻ്റെ അകത്തുള്ള നിഷ്ഫലത, അല്ലെങ്കിൽ നമ്മൾ പറയുന്നില്ല, ഒരാളുടെ പോസിറ്റീവ് മുഖം കാണാതെ അതിനകത്തുള്ളതായ ഒരു അതിന്റെ കറുത്ത മുഖങ്ങൾ മാത്രമാണ് ആ നോവലിന് വേണ്ടി പശ്ചാത്തലമായത് എന്നത് ഒരുപക്ഷെ ബോധപൂർവമാവാം, അല്ലെങ്കിൽ അത് ആ രീതിയിൽ തന്റെ കഥാപാത്രത്തിനോട് ഇണങ്ങി നിൽക്കുന്ന അത് ആ ഒരുപക്ഷെ രവിയുടെ കാഴ്ചപ്പാടിൽ അത് മാത്രം വന്നതു ആവാം. അപ്പൊ രവി നോക്കുന്നപ്പോൾ അതല്ലേ കാണും, രവിക്ക് അതേ കാണാൻ കഴിയുള്ളൂ. അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഉള്ള ഒരു നിരീക്ഷണം. ഇതൊരു പൊതുവായ നിരീക്ഷണമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 50 വർഷങ്ങളിൽ ഈ നോവൽ പലതരത്തിൽ വായിക്കപ്പെടുന്നു. ആ പലതരത്തിൽ വായിക്കപ്പെടുമ്പോൾ ഓരോ സമയത്തും അതിനെ വായിക്കപ്പെടുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായി നമ്മളതിനെ നോക്കുമ്പോൾ സമൂഹത്തിനകത്ത് ഒരു കൃതി എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ കൃതിയോടുള്ള പ്രയോജനം എന്ന ഒരു എന്താണ് സ്വദേശപരമായിട്ടുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഒരു വായനാസുഖം നൽകുന്ന ഒരു നോവൽ എന്ന രീതിയിൽ വായിക്കാൻ നോക്കുമ്പോഴായിരുന്നു എന്തായാലും നമുക്ക് ഓരോ സമയത്തും ഓരോ തരത്തിൽ വ്യാഖ്യാനിച്ച് വായിച്ചെടുക്കാൻ കഴിയുന്ന സ്പേസ് ഉള്ള ഒരു നോവലായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഗസാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കൃതി എന്ന നിലയ്ക്ക് കാലങ്ങളിലേക്ക് അനുവർത്തിക്കുന്ന ഇന്നും നമ്മളെ വേണമെങ്കിൽ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കൃതി എന്ന രീതിയിൽ നോവലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം തന്നെയാണ്. അത് ഒരു വലിയ നിലയിൽ മലയാളത്തിനകത്ത് എന്നും നിലനിൽക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വളരെ ചുരുങ്ങിയ വാക്കുകളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗസാക്കിന്റെ ഇതിഹാസത്തിൽ കഥയെ പറ്റിയുള്ള 3 കഥകൾ ആണ് ഓർമ്മയുള്ളത്. ഒന്ന്, ഗസാക്കിലെ ഒരു പള്ളിക്കൂടമായ ഊത്ത് പള്ളിക്കൂടത്തിലെ അള്ളാഹി ചമലാക്ക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അധ്യാപകൻ ഉസ്താദ്, അദ്ദേഹം ഓത്തുപള്ളിയിൽ വരുന്ന കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കഥ ഗസാക്കിലെ ഇപ്പോഴത്തെ പരമ്പര, തങ്ങന്മാരുടെ പരമ്പര എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റിയാണ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കഥയിൽ ഒരു പൗർണമി ദിവസം രാത്രി ഗസാക്കിലേക്ക് 1001 കുതിരകളെ നയിച്ചുകൊണ്ട് സയ്യിദ് മിയാ ഷെയ്ഖ് തങ്ങളും അദ്ദേഹത്തിന്റെ അനുചരന്മാരായ തങ്ങന്മാരെ കൂടി വന്നു. 1001 കുതിരകൾ പൗർണമി രാത്രി. അതിൽ 1000 കുതിരകളും നല്ല ഒന്നാമത്തെ കുതിരകളായിരുന്നു. ഒരു കുതിര മാത്രം ലേശം അസുഖം ബാധിച്ച ഞൊണ്ടുള്ള ചടച്ച ഒരു പാണ്ടൻ കുതിരയായിരുന്നു. ആ കുതിരയുടെ പുറത്ത് ഇരിക്കുന്നത് പ്രധാനപ്പെട്ട തങ്ങളാണ്. സയ്യിദ് മിയാ ഷെയ്ഖ് തങ്ങൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആള് ആ ചടച്ച പാണ്ടൻ കുതിരയുടെ പുറത്തും ബാക്കി 1000 കുതിരകളുടെ പുറത്തും മറ്റ് തങ്ങന്മാരുമായിട്ട് അനുചരന്മാരുമായിട്ട് വരും. അപ്പോ അള്ളാഹു ചമലാക്ക് ചോദിക്കും, ഈ പാണ്ടൻ കുതിരയ്ക്ക് ആരാണ് പണം? അതിനെ പടച്ചവൻ പണം എന്നാണ്. പക്ഷെ ഈ പാണ്ടൻ കുതിരയ്ക്ക് ഗസാക്കിലെത്തിയപ്പോ തവന് കഴിച്ചപ്പോ ആ കുതിരകളോട് നിർത്തി. ഒപ്പം തന്നെ മറ്റ് കുതിരകളും വന്നു, തങ്ങന്മാരും അവിടെ ഇറങ്ങി. ഈ താന് കഴിച്ച കുതിരയെ ഒന്ന് മാറ്റി നിർത്തി കുതിരയെ കെട്ടി
മാറ്റിക്കെട്ടി അന്ന് രാത്രി ആ പാണ്ഡൻ കുതിര മരിച്ചു ചത്തു. ആ കുതിരയെ ഗസാക്കിലെ ആ പറമ്പിൽ സംസ്കരിച്ചു. മറ്റു തങ്ങന്മാരും അതിനോടൊപ്പം നിന്നു. പക്ഷേ അങ്ങനെ അവിടെ തമ്പടിച്ച ആ തങ്ങന്മാർ അവരുടെ പരമ്പരയാണ് പിന്നീട് ഗസാക്കിലെ പരമ്പരകളായിട്ട് വന്നത് എന്ന് അള്ളാഹ് തന്റെ ഊത്തുപള്ളിക്കൂടത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ. എങ്ങനെയാണ് ഗസാക്കിലെ തങ്ങന്മാരുടെ പരമ്പര ഉണ്ടായത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കഥയാണ് ഐതിഹ്യം. ഒരു മിത്ത് രൂപത്തിൽ ഒരു ഊത്തുപള്ളിക്കൂടത്തിലെ അള്ളാഹ് എന്ന് പറയുന്ന അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു കഥ മറ്റൊരു കഥയെ പറ്റിയുള്ള കഥയാണ്. ഏകാധ്യാപക വിദ്യാലയത്തിൽ ആദ്യമായിട്ട് ക്ലാസ്സിലെത്തുന്ന രവി എന്ന അധ്യാപകൻ തന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് ചിടങ്ങൻ കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ മുമ്പിൽ നിന്നിട്ട് രവി ആലോചിക്കുന്നുണ്ട്, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെയാണ് ക്ലാസ് തുടങ്ങുക. രവി ആലോചിച്ച് നോക്കുമ്പോൾ രവി വിചാരിക്കുന്നു, കഥ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ആലോചിച്ചു നോക്കും. അപ്പോ കുഞ്ഞാമൻ എന്ന് പറയുന്ന ക്ലാസ്സിലിരിക്കുന്ന ഒരു പെൺകുട്ടി മാഷോട് ചോദിക്കും, കഥ പറഞ്ഞതാ. എന്ത് കഥയാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്ന ഒരു മറുപടിയുണ്ട്, ആരും ചാകാത്ത കഥ എന്ന്. ആരും ചാകാത്ത കഥ പറയുന്നു. ഈ ഒരു വലിയൊരു ചോദ്യം ഒരു കുട്ടി എന്ത് കഥയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞാമനെ ചോദിക്കുന്നു, ആരും ചാകാത്ത കഥ പറഞ്ഞു തരണമെന്ന് രവിയോട് ചോദിക്കുന്ന ഒരു ഭാഗം. അതൊരു കഥാസന്ദർഭം, കഥയെ പറ്റിയുള്ള ഒരു കഥ പോലെയുള്ള വ്യാഖ്യാനം അത് കടന്നു വരുന്നു. ഈ കുഞ്ഞാമിനെ തന്നെ മറ്റൊരു കഥയും, മൂന്നാമത്തെ കഥ, ഈ കുഞ്ഞാമിനെ തന്നെ തന്റെ കൂട്ടുകാർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗം ഗസാക്കിന്റെ ഇതിഹാസത്തിലുണ്ട്. അവൾ പറഞ്ഞു കൊടുക്കുന്ന കഥ, പണ്ട് ഒരു കാട്ടില് ഒരു മൊല്ലാക്കി ഉണ്ടായിരുന്നു. ആ മൊല്ലാക്കിക്ക് എന്നും ഇര തേടി കുട്ടികൾ 1000 കുട്ടികൾ വെള്ളപ്പം കൊണ്ടുകൊടുക്കണം. ആ വളരെ ദുർഗുണമൂർത്തിയായ ശാഠ്യക്കാരനായിട്ടുള്ള ആ കാട്ടിലെ മൊല്ലാക്കിക്ക് കുട്ടികൾ വെള്ളപ്പം കൊണ്ടുകൊടുക്കണം. ഈ വെള്ളപ്പം ഒരു ദിവസം കൊണ്ടുവരേണ്ട ഒരു ചുമതല ഒരു ബുദ്ധിമതിയായ യുക്തിസാമർത്ഥ്യ ഒരു പെൺകുട്ടിക്കായിരുന്നു. അവൾ അത് കൊണ്ടുവരാൻ മറന്നുപോയി. മൊല്ലാക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? മൊല്ലാക്ക് ദേഷ്യപ്പെട്ടു. പക്ഷെ ഈ കുട്ടികളെല്ലാം കൂടി കഥയുടെ സന്ദർഭത്തിൽ പറയും, കുട്ടികൾ പ്രത്യേകിച്ച് ആ ബുദ്ധിമതിയായ പെൺകുട്ടി ആ മൊല്ലാക്കിയെ ഒട്ടക്കിഴക്കിലേക്ക് തള്ളിയിട്ടു എന്ന് പറയുന്ന കഥയുണ്ട്. ഈ ബുദ്ധിമതിയായ കുട്ടി ആരാണോ എന്ന് ചോദിക്കും രവി. നിങ്ങൾക്കറിയുമോ ഈ കഥ പറഞ്ഞ കഥയിലെ ബുദ്ധിമതിയായ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് മറ്റു കുട്ടികളോട് ചോദിക്കുമ്പോൾ അവരൊക്കെ ഒന്നാണെന്ന് പറയും. അതുകൊണ്ട് കുഞ്ഞാമിനെ തന്നെ എന്ന് പറയും. കുഞ്ഞാമിനെ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. കാരണം കുഞ്ഞാമിനെ പോകുന്ന ഊത്തുപള്ളിയിലെ മൊല്ലാക്ക അള്ളാഹിച്ച മൊല്ലാക്കിക്ക് കൃത്യമായിട്ടും ഓരോ ദിവസവും അവിടെ എത്തിച്ചേരുന്ന പഠിക്കാൻ വരുന്ന കുട്ടികളുടെ വെള്ളപ്പം കൊടുക്കേണ്ടത്. പക്ഷെ കുഞ്ഞാമിനെ പറഞ്ഞ കഥ അതാണ്. പക്ഷെ കുഞ്ഞാമിനെ പറഞ്ഞ കഥയിൽ ഒരാൾ മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരും ചാകാത്ത കഥ ഉണ്ടായിട്ടില്ല. കുഞ്ഞാമിനെ പറഞ്ഞ കഥയും ഒരു മരണം സംഭവിക്കുന്ന കഥ ഉണ്ടാകും. ഈ 3 കഥാസന്ദർഭങ്ങളാണ് സത്യത്തിൽ ഗസാക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഗസാക്ക് അടിസ്ഥാനപരമായി ഒരു കഥ മാത്രം. അതിൽ ചരിത്രം, ജീവിതം, പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയം, സമൂഹം ഒക്കെ തന്നെ പിൽക്കാലത്ത് വ്യാഖ്യാനിക്കപ്പെട്ടതും ഒരുപക്ഷെ എഴുത്തുകാരൻ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ആലങ്കാരികമായി കൊണ്ടാടപ്പെട്ടതുമായ ഒരു സംഭവം മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടിസ്ഥാനപരമായി ഗസാക്ക് ഒരു കഥയാണ്. അത് കഥയാണെന്നുള്ള ഏറ്റവും വലിയ സൂചന വിജയൻ തന്നെ തന്റെ കാർട്ടൂൺ വരയ്ക്കുന്ന കൈ കൊണ്ട് ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഗസാക്കിന്റെ ഇതിഹാസം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ രാമായണം, മഹാഭാരതമൊക്കെയാണ്. പക്ഷേ ഇതിഹാസത്തിന് കൃത്യമായി ഒരു മാനദണ്ഡം കൊടുത്തിട്ടുണ്ട്. ധർമാർത്ഥ കാമമോക്ഷങ്ങളിലേക്ക് നയിക്കുന്ന പുരാവൃത്ത സാധ്യതകളുള്ള ഒന്നാണ് ഇതിഹാസം. ഗസാക്കിന്റെ ഇതിഹാസത്തിൽ എന്ത് കുന്തമാണ് ഉള്ളത് എന്ന് ഗസാക്ക് വായിക്കുമ്പോൾ നമ്മൾ അനുഭവപ്പെട്ടു. അതൊരു ഇതിഹാസമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഗസാക്കിന്റെ ഇതിഹാസം എന്ന് വിജയം പേരിടുന്നത്? കൃത്യമായിട്ട് അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിഹാസം എന്ന സങ്കല്പത്തെ തന്നെ റദ്ദ് ചെയ്യാൻ വേണ്ടി, ശിഥിലീകരിക്കാൻ വേണ്ടി വളരെ ബോധപൂർവം ചെയ്ത ഒരു കാർട്ടൂൺ കണ്ണാണ്, ഒരു കാർട്ടൂൺ എഴുത്തിന്റെ ഒരു ഘടനയാണ് സത്യത്തിൽ വിജയൻ അത് സാധ്യമാക്കിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി ഈ നോവൽ മലയാളത്തിൽ വല്ലാതെ തെറ്റി വായിക്കപ്പെട്ട കൃതിയാണ് എന്നുള്ളത്. ഒരു കാർട്ടൂൺ ശൈലിയുള്ള നോവലാണ്, കാരിക്കേച്ചർ രീതിയിലാണ്.
ഒരുപാട് കുഴപ്പങ്ങളും ഒരുപാട് ഏകോളിപ്പുകളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വൈകല്യങ്ങളും ഒക്കെയുള്ള മനുഷ്യന്മാരാണ് ഇതിന്റെ കഥാപാത്രങ്ങൾ. ഈ നോവൽ ഒരു ആദർശ ലോകമേയല്ല. ഒരു ഗസാക്ക് എന്ന് പറയുന്നത് ഒരു വെറും സാങ്കല്പികമായ ഒരു സ്ഥലം മാത്രമാണ്. പക്ഷെ ഈ സാങ്കല്പികമായ സ്ഥലത്തെ ചരിത്രമെന്നും കൃത്യമായ ദേശമെന്നൊക്കെ പറഞ്ഞ് അടയാളപ്പെടുത്തുകയും അതിനൊരു കൃത്യമായി സർക്കാർ തലത്തിൽ തന്നെ സ്മാരകം നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നത് ടൂറിസ്റ്റ് പ്ലേസ് ആക്കി ഒരു നോവൽ സാധ്യതയെ കാർട്ടൂൺ രീതിയിലേക്കും അല്ലെങ്കിൽ ശിഥിലീകരിക്കപ്പെട്ട അപഭ്രംശീകരിക്കപ്പെട്ട അല്ലെങ്കിൽ എല്ലാ തരത്തിലും നിർവീര്യമാക്കപ്പെട്ട ന്യൂനീകരിക്കപ്പെട്ട മനുഷ്യ സങ്കല്പത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ നോവലിനെ ആദർശവൽക്കരിക്കാനുള്ള ശ്രമം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് തസ്രാജ് എന്ന് പറയുന്ന ഒരു ഗ്രാമം അതിന്റെ സാധ്യത ഇടമാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ടുവരികയും ആ നോവൽ വിജയനെ കൊണ്ട് തന്നെ ഒരുപാട് ഘട്ടങ്ങളിൽ ആശാമേനോട് പറയുന്ന നിരൂപകൻ ഗസാക്ക് എന്ന് പറയുന്ന ഒരു കൃതിയെ പലതരത്തിൽ കൊണ്ടുപോയി വ്യാഖ്യാനിക്കുകയും അതിലെ പ്രകൃതിയും സമ്പദ് വ്യവസ്ഥയും അതിലെ വിത്തും ഐതിഹ്യങ്ങളും പുരാവൃത്തങ്ങളും കൽപ്പനകളും ഭാഷാ വാമൊഴി ഭേദങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ആലങ്കാരികമായി മഹത്വത്തിന്റെ കൂടി ഉയർത്തിരിക്കപ്പെടുകയും അങ്ങനെ ഗസാക്ക് എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു വലിയ സങ്കല്പനം സാഹിത്യത്തെ പറ്റിയുള്ള ഒരു വലിയ സങ്കല്പനമായി കൊണ്ടാടപ്പെട്ടു എന്നുള്ളതാണ് സത്യത്തിൽ അത്രയ്ക്കൊന്നും കൊട്ടിഘോഷിക്കപ്പെടേണ്ട നോവലായിട്ട് ഗസാക്കിന്റെ ഇതിഹാസം മാറണമെന്ന് അടിസ്ഥാനപരമായ എഴുത്തുകാരനായിട്ടുള്ള ബുദ്ധിമാനായ എഴുത്തുകാരനായിട്ടുള്ള വിജയൻ പോലും വിചാരിച്ചിട്ടില്ല. വിജയൻ നാളിതുവരെയുള്ള നോവൽ സംഘങ്ങൾ ആദർശവാന്മാരായ മനുഷ്യന്മാരുള്ള നന്മ നിറഞ്ഞ നായകൻ എല്ലാ കഥാപാത്രങ്ങളെയും നിയന്ത്രിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ പുരോഗമന ബോധമുള്ള നാളിതുവരെയുള്ള കഥാസങ്കല്പനങ്ങളെ പൊളിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗസാക്കിന്റെ ഇതിഹാസം എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് ആ രീതിയിൽ അഡ്രസ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ദുര്യോഗം. കാരണം നമ്മൾ നവോത്ഥാന നോവലുകൾ വായിച്ച സി വി രാമരാജ, ധർമ്മരാജ, വാർത്താവർമ്മ, രാമരാജമുഖവും ധീരോദാത്തന്മാരായ അതിപ്രതാപഗുണവാന്മാരായ വിഖ്യാത വംശന്മാരായ ഇന്ദുലേഖടക്കമുള്ള കുലസ്ത്രീകളെ പോലുള്ള അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നന്മ നിറഞ്ഞ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ പുരോഗമന ആശയങ്ങൾ പറയുന്ന സാരോപദേശ കഥകളെ കൊണ്ട് ഈ ലോകത്തെ ജനങ്ങളെ മുഴുവൻ നന്നാക്കാൻ ശ്രമിക്കുന്ന ഒരു ആഖ്യാന സ്വഭാവമുള്ള സങ്കല്പനങ്ങളായിരുന്നു നാളിതുവരെയുണ്ടായിരുന്നു. അതിന് മൊത്തം അട്ടിമറിക്കുകയാണ് ഗസാക്കിന്റെ ഇതിഹാസം ചെയ്യുന്നത്. ഗസാക്കിന്റെ ഇതിഹാസത്തിൽ സത്യം പലതാണ്. ഒരുപാട് കുഴപ്പങ്ങളുള്ള കഥാപാത്രങ്ങളാണ് എല്ലാവരും. ഒരു തരത്തിൽ സമൂഹത്തിന്റെ അതുവരെയുള്ള പ്രലോഭനങ്ങൾ കൊണ്ടും സമൂഹത്തിന്റെ ഗതിമാറ്റങ്ങൾ കൊണ്ടും നിസ്സഹായരായി തെറ്റുകളിലേക്ക് പോകുന്ന മനുഷ്യന്മാർ, ശരീരത്തിന്റെ ആസക്തികൾ കൊണ്ട് കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുന്നവർ, അത്തരം ഒരു രീതിയിലുള്ള ഒരു ജീവിതങ്ങളെയാണ് ഗസാക്കിന്റെ ഇതിഹാസത്തിൽ വിജയൻ സാധ്യമാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും വിജയൻ ഭൂമന്താവിൽ ചെന്ന് ബസ് ഇറങ്ങുമ്പോൾ തന്നെ രവി ഭൂമന്താവിൽ നിന്ന് ബസ് ഇറങ്ങുമ്പോൾ തന്നെ സംഭവിക്കുന്നത് അദ്ദേഹം ഇവിടുത്തെ വസ്ത്രത്തിന്റെ വിലോസൂര്യയാണ്. ബോധാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ തങ്ങി അന്ന് അറിയാതെ രാത്രിയിൽ സ്വാമിയുടെ കാവ്യം കച്ച അണിഞ്ഞുകൊണ്ടാണ് രവി ഭൂമന്താവിൽ എത്തുന്നത്. ആദർശത്തെ റദ്ദ് ചെയ്യുക. സന്യാസം, ആത്മീയത എന്ന് പറയുന്ന കൽപ്പനകളെ നാളിതുവരെ കൊണ്ടാടപ്പെട്ട എല്ലാ രീതിയിലും ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാക്കിയ മറ്റൊരു തരത്തിലുള്ള താമസ പരിവേഷത്തെ വളരെ ഹാസ്യാത്മകമായി റദ്ദ് ചെയ്യാനാണ് വിജയൻ രവിയെ അത്തരം ഒരു വേഷം ഉദിപ്പിക്കുന്നത്. തുടർന്ന് രവി സഞ്ചരിക്കുന്നു. ഗസാക്കിലേക്ക് അവിടുത്തെ മനുഷ്യന്മാരെ കാണുന്നു. രവി കാണുന്ന മനുഷ്യന്മാരിലൊക്കെ തന്നെ സ്ത്രീകളെ പ്രത്യേകിച്ച് കാണുമ്പോൾ അവരുടെ അവയവനിഷ്ഠമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നതാണ്. കാരണം രവി അടിസ്ഥാനപരമായി എല്ലാ ജൈവ ചോദനകളുള്ള ഒരു മനുഷ്യനാണ്. നവോത്ഥാന നായകന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നായക സങ്കല്പത്തിന്റെ കുപ്പായം അണിയാൻ വേണ്ടി എല്ലാ തരത്തിലും സൗഭാഗ്യശീലനും ധീരോദാത്തനും നല്ല സന്മാർഗബോധവുമുള്ള സദാചാരിയുമായിട്ടുള്ള ഒരു നായക സങ്കല്പമേ രവിക്ക് ഇല്ല എന്നതാണ് ഈ നോവൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജയൻ ടെക്നിക്ക് എന്ന് പറയാവുന്നത്. ഈ രീതിയിൽ നോവലിനെ എല്ലാ രീതിയിലും പൊളിച്ചു പഠിക്കുന്ന അള്ളാഹിച്ചാമല്ലാത്ത കോണെടുത്ത് പഠിപ്പിക്കുന്ന ഏകാധ്യാപക വിദ്യാലയം എതിർക്കുകയും പിന്നീട് നിവൃത്തി കൊടുക്കൊണ്ട് സമൂഹം കൽപ്പിക്കുന്ന ചില നിയമാവലികൾ കൊണ്ട് ആ മനുഷ്യൻ അതിന്റെ ഭാഗമായി തീരുന്ന ഭാഗമുണ്ട്. നൈസാമിനെ പോലുള്ള കൊല്ലാക്ക എന്ന് പറയുന്ന അള്ളാഹിച്ചാമല്ലാത്തയുടെ ആശ്രിതനായിട്ട് കൂടുകയും
പിന്നീട് ഒരു ഘട്ടത്തിൽ രാജദൈവം പോലെ താളികാരായി ഗസാന്തിലേക്ക് വേഷം മാറിയെത്തുന്ന ഒരു മനുഷ്യൻ, ഒരു വളരെ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ഗാളിയായി രൂപപ്പെടുന്നു എന്ന് വളരെ കൃത്യമായിട്ട് വിജയം പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ കുട്ടിഘോഷിക്കപ്പെടുന്ന എല്ലാ പ്രതിരൂപങ്ങളും എല്ലാ വിഗ്രഹങ്ങളും ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടതാണ്. അല്ലാതെ സമൂഹം കൽപ്പിച്ചു കൊടുത്ത ചില വിഗ്രഹങ്ങൾക്ക് പിന്നിലും ഇത്തരം ചില കഥകളുണ്ട്, ഇത്തരം ചില പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വിജയൻ കാർട്ടൂൺ ശൈലിയിൽ രചിക്കപ്പെട്ട ഒരു നോവലാണ് സത്യത്തിൽ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്നത്. ഖസാക്ക് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക സ്ഥലം മാത്രമാണ്. രാമായണം എഴുതിയ വാൽമീകി മഹർഷി നമുക്കറിയാം ഇതിഹാസ തുല്യമായ ഒരു ഗ്രന്ഥം നമ്മളിപ്പോ പറയും. പക്ഷെ രാമായണം എഴുതിയ വാൽമീകി മാറി നിൽക്കുകയും തൽസ്ഥാനത്ത് ശ്രീരാമനും ഹനുമാനും ഒക്കെ വിഗ്രഹങ്ങളായി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും വാൽമീകിയേക്കാൾ വലിയ ഗ്രന്ഥകർത്താവിനേക്കാൾ വലിയ കഥാപാത്രങ്ങളായി കൊണ്ടാടപ്പെടുകയും രാമായണം എന്ന ഇതിഹാസ സങ്കല്പനത്തിൽ സാങ്കല്പികമായി പറഞ്ഞ സ്ഥലസങ്കേതങ്ങൾ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അത് മറ്റൊരു പ്രത്യയശാസ്ത്രമായി രാഷ്ട്രീയമായി അധികാരമായി കണ്ടുവരികയും ചെയ്യുന്നു. അടിസ്ഥാനപരമായി രാമായണത്തെ ഒരു സാഹിത്യകൃതിയായില്ല, അത് ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്ന നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന ഒരു മതഗ്രന്ഥമായി ഒക്കെ അത് നമ്മൾ വായിച്ചെടുത്തു, തെറ്റി വായിച്ചെടുക്കുന്നതാണ്. മഹാഭാരതത്തെയും വ്യാസനെയല്ല ശ്രീകൃഷ്ണനാണ്, വ്യാസനല്ല ശ്രീകൃഷ്ണനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് നമ്മുടെ ദൈവങ്ങളും വിഗ്രഹങ്ങളും. എഴുത്തുകാർ അപ്രസക്തമാവുകയും കഥാപാത്രങ്ങൾ വിഗ്രഹവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്തിന്റെ തെറ്റി വായനയുടെ നിശബ്ദ സാക്ഷിയാണ് ഒ. വിജയൻ. എനിക്ക് തോന്നുന്നു ഒ. വിജയൻ എന്ന കാർട്ടൂണിസ്റ്റ് അല്ലെങ്കിൽ ഒ. വിജയൻ എന്ന ചരിത്ര നിഷേധിയായ അല്ലെങ്കിൽ ചരിത്രം നിഷേധി ഞാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രം പോലും രാജവംശങ്ങളുടെ ചരിത്രമാണ്. പക്ഷെ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ തകർന്ന രാജകൊട്ടാരങ്ങളും തകർന്ന പള്ളികളും മാത്രമേ ഉള്ളൂ. എല്ലാ രാജ്യത്തിനും എല്ലാ ദേശത്തിനും ഒരു ചരിത്രമുണ്ടെന്ന ബോധ്യമാണ് വിജയൻ അതിൽ കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ചരിത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേശം എന്ന് പറയുന്നത് സാമ്രാജ്യങ്ങൾ ഉൾക്കൊണ്ട ദേശമല്ല, മറിച്ച് ഒരു സാങ്കല്പികമായ കുഗ്രാമത്തിനും ചരിത്രമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനും ഒരു ഇതിഹാസം ഉണ്ടെങ്കിൽ അതും ഒരു ഇതിഹാസമാണ്. അത് ഇതിഹാസ കൽപ്പനയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ് പറയുന്നത്. എന്തിനും ഒരു ഇതിഹാസമുണ്ട്. കള്ളാപ്പിച്ച മുല്ലാക്കിയുടെ താനിൽ വ്രണം വന്നാലും ആ വ്രണത്തിൽ ക്യാൻസറായി മാറിയാലും അതിന്റെ പിന്നിൽ ഒരു നിശബ്ദ സഹനത്തിന്റെ നിശബ്ദമായ വേദനയുടെ സ്വന്തം മോളുടെ അടുത്ത് പോയിട്ട് ആ വ്രണം മാറാനുള്ള വെളിച്ചെണ്ണ കെഞ്ചിയാചിക്കുന്ന ഒരു പിതാവിന്റെ രോദനത്തിന്റെ പിന്നിലും മനുഷ്യ സന്ദേഹങ്ങളുടെ മനുഷ്യന്മാർ എല്ലാ തരത്തിലും അപമാനീകരിക്കപ്പെടുന്ന എല്ലാ രീതിയിലും മാനവികത ഇല്ലാതാക്കപ്പെടുന്ന ഒരു കാലത്തിന്റെ കാർട്ടൂൺ രൂപം കൃത്യമായിട്ട് വിജയൻ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ സംഭവിച്ചത് ഒ. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം ആദർശവാനായി രവിയെ കേന്ദ്രീകരിച്ചു വന്നു. ആ രവി ഒ. വിജയൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ പ്രതിഷ്ഠിക്കാൻ നമ്മൾ വെമ്പൽക്കുന്നു. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം പാരിസ്ഥിതികമായി ഈ കാലത്ത് അടയാളപ്പെടുത്തുന്നു. ആ വഴി ഭാഷയിൽ വലിയ വിപ്ലവം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ചരിത്രത്തെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരുന്നു. നമ്മുടെ രാഷ്ട്രീയമായ ചില സങ്കല്പനങ്ങൾ ഒക്കെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളതിനെ കൊണ്ടാടുകയും. സത്യത്തിൽ ഇതൊരു ഹാസ്യത്തിന്റെ അകമ്പടിയുള്ള നമ്മളുടെയൊക്കെ നിലപാടില്ലാത്ത ജീവിതത്തിന്റെ ഒരു സൂക്ഷ്മ സൂചകമാണ്. സത്യത്തിൽ ഒരു കാർട്ടൂൺ ആവിഷ്കാരം കൂടിയാണ് ഖസാക്കിന്റെ. അതുകൊണ്ടാണ് ഖസാക്കിലേക്ക് വരുന്ന രവിയുടെ കയ്യിൽ പ്രിൻസ് തിരുവാങ്കുളം എന്ന് പറയുന്ന ഒരു ഉദാന്വേഷണ ബൈബിൾ എഴുത്തുകാരന്റെ പുസ്തകമുണ്ട്, ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, മുട്ടത്തോലി എന്ന ബൈബിൾ എഴുത്തുകാരന്റെ കൃതിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ബോധനകൾ എന്ന് പറയുന്ന പാപത്തിന്റെയും തിന്മയുടെയും രചനകൾ കൊണ്ട് യൂറോപ്യനോട് ഞെട്ടിച്ച ഒരു എഴുത്തുകാരന്റെ രചനയുണ്ട്. ഇങ്ങനെ വളരെ കലുഷിതമായ ഒരു തരത്തിലും പിടികൊടുക്കാത്ത മനുഷ്യ വ്യക്തിത്വത്തിന്റെ പ്രതിനിധാനമാണ് രവി. സത്യത്തിൽ സത്യം പലതാണ്. ആർക്കും ആരെയും നിർവചിക്കാനാവില്ല. ആരുടെ ജീവിതത്തിലും സാരോപദേശങ്ങൾ കൊണ്ടോ ധർമ്മോപദേശങ്ങൾ കൊണ്ടോ നവോത്ഥാന മൂല്യങ്ങൾ കൊണ്ടോ പ്രത്യയശാസ്ത്ര പരികല്പനകൾ കൊണ്ടോ ഒന്നിനെയും നമുക്ക് സ്വാധീനിക്കാൻ കഴിയില്ല, നിർമ്മിക്കാൻ കഴിയില്ല എന്ന ഒരു അരാഷ്ട്രീയ കാലത്തെ, അരാഷ്ട്രീയ സമൂഹത്തെ, അരാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ മറ്റൊരു തരത്തിൽ ഹാസ്യാത്മകമായി കാർട്ടൂൺ ശൈലിയിൽ രേഖപ്പെടുത്തുന്ന ഒരു നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. പക്ഷെ ഖസാക്കിന്റെ ഇതിഹാസം വലിയ ഒരു ഫ്രെയിമിൽ ഒരു വിഗ്രഹവൽക്കരിക്കുന്ന രീതിയിൽ ആ കൃതി കൊണ്ടാടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരുപാട് വിമർശനം. അതുകൊണ്ട് ഖസാക്കിന്റെ ഗംഭീര നോവലാണെന്ന് പറയുകയും അതേസമയം പറയുകയും ചെയ്യും. അത് സ്ത്രീകളൊക്കെ വളരെ അരാജകവൽക്കരിച്ച് ലൈംഗിക അരാജകത്തിൽ നിന്ന് ഒരേ നാവ് കൊണ്ട് പറയുകയും ചെയ്യും എന്നുള്ളതാണ്.
ഖസാക്കിന്റെ ഇതിഹാസം ഗംഭീര നോവലാണ്. പക്ഷെ അതിലെ കഥാപാത്രങ്ങൾക്ക് നിലപാടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരികയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. സത്യത്തിൽ ഖസാക്കിന്റെ ഇതിഹാസം ഒരു കാർട്ടൂൺ ശൈലിയിലുള്ള OVJ എന്ന കാർട്ടൂണിസ്റ്റിന്റെ കയ്യൊപ്പുള്ള നമ്മുടെ രാഷ്ട്രീയ കാലത്തെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും തകർന്നുപോയ, ഇതിഹാസങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള മാനങ്ങളും ഇല്ലാതായി പോയ, അല്ലെങ്കിൽ ഇതിഹാസം എന്ന സങ്കല്പന തന്നെ പരിക്കേൽക്കുന്ന ഒരു കാലത്തിന്റെ സൂചന. എല്ലാ പ്രദേശങ്ങളും പലതരത്തിൽ അധിനിവേശങ്ങളാൽ കീഴടക്കപ്പെടുന്ന ഒരു കാലത്ത് സൂക്ഷ്മതയുടെ ഒരു കാർട്ടൂൺ രേഖ അല്ലെങ്കിൽ കയ്യൊപ്പാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഖസാക്കിന്റെ അവതാരങ്ങളല്ല, ഈ കൃതിയുടെ അവതാരങ്ങളല്ല, ഈ കൃതിയെ പറ്റിയുള്ള സൂക്ഷ്മ വിമർശനങ്ങളാണ് സത്യത്തിൽ OVJ ഇഷ്ടപ്പെടുക എന്ന് എനിക്ക് തോന്നുന്നു. പറയാം എന്ന് കരുതിയത് നാട്ടിൽ ഒരുപാടാണ്. പറയാം എന്ന് തോന്നൽ മനസ്സിൽ തോന്നുമ്പോഴാണ് ഈ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിനെ ചില വിമർശനങ്ങളുണ്ട്. വിമർശനങ്ങളെല്ലാം അവിച്ചു നോക്കുന്ന വലിയ തോതിലുള്ള പുകഴ്ത്തലുകളാണ് ഖസാക്കിന്റെ നോവലുമായി ബന്ധപ്പെട്ട് മലയാള സാഹിത്യ മണ്ഡലത്തിൽ നിലനിന്നു. അതിൻ്റെ അനുരണനങ്ങൾ, പ്രതിഫലനങ്ങൾ ഇന്നത്തെ ഇവിടുത്തെ സദസ്സിൽ വരികയാണ്. ഇതിൽ ഏറ്റവും വിചിത്രമായിട്ട് എനിക്ക് തോന്നിയ കാര്യം പറയാം, ഞാനൊരു സാഹിത്യ നിരൂപകൻ എന്നൊന്നും അവകാശപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഒരു ശരാശരി വായനക്കാരൻ എന്ന തരത്തിൽ പറയാവുന്ന ചില കാര്യങ്ങൾ, ഒരു നോവൽ എന്ന തരത്തിൽ ഖസാക്കിന് ആദിമത്യാന്ത ഘടന കൃത്യമായി അറിയില്ല എന്ന ഒരു ധാരണയും വസ്തുതാപരമായി നിലനിൽക്കണം. ഈ നോവലിലെ അധ്യായങ്ങളുടെ തലക്കുറികൾ കൃത്യമായി കഥാസൂചകങ്ങൾ 19 അധ്യായങ്ങളുണ്ട്. അധ്യായങ്ങളിലെ ആദ്യത്തെ അധ്യായം വഴിയമ്പലം തേടി എന്നാണ്. വഴിയമ്പലം തേടി. ഒടുവിലത്തതിൻ്റെ തൊട്ട് മുമ്പത്തെ അധ്യായത്തിൻ്റെ തലക്കുറി വഴിയമ്പലം. കഥാനായകൻ തേടിയ വഴിയമ്പലത്തിൽ എത്തിച്ചു. അവസാനത്തെ അധ്യായം കഥാന്തരം, കഥയുടെ പരിണാമഗതി എന്താണ്, അത് അവസാനത്തെ അധ്യായത്തിൽ വരുന്നു. ഒരു സംശയത്തിനും ഇടയില്ലാത്ത സുവ്യക്തമായ കഥാഘടന, ആദിമത്യാന്ത ബന്ധങ്ങളുള്ള കഥാഘടന തലക്കുറികളിൽ പോലും നിലനിർത്തിയതാണ് വിജയന്റെ രചനാ രീതി. നമ്മളെന്തിനാ കണ്ടില്ലാതെ ഇത് നമ്മുടെ കയ്യിലുള്ളതാണ്. കഥ ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പുസ്തകത്തിന്റെ പേര് ഇത് ഖസാക്കിന്റെ ഇതിഹാസം എന്നാണ്. പക്ഷെ ഈ പേരിൽ വിജയൻ തന്നെ ഉറച്ചു നിന്നില്ല. ഈ ഇതിഹാസത്തിന്റെ ഇംഗ്ലീഷ് വാക്കിന്റെ ഭാഷ ലെജൻഡാണ്, എപ്പിക്കാണ് യഥാർത്ഥത്തിൽ ഇതിഹാസത്തിന്റെ ഇംഗ്ലീഷ്. പക്ഷെ വിജയൻ
Translation the legend of the Sakura. വിജയൻ ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോ എപ്പിക്കില്ല, ലെജൻഡേ ഉണ്ട്. വ്യത്യാസം മനസ്സിലായി? ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ഇതിഹാസം എന്ന സംജ്ഞ വിജയൻ തന്നെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒറിജിനാലിറ്റി ഇല്ലാതാണ് അതിന്റെ പച്ചമലയാളം. കാരണം സത്യസന്ധമായ ഒരു പഠനത്തിൽ, വസ്തുനിഷ്ഠമായ ഒരു നിരീക്ഷണത്തിൽ ഇതിഹാസം എന്ന് പറയാവുന്ന ഒരു ഇടപാട് ഇതിലുണ്ട് എന്ന് മുമ്പർക്ക് തന്നെ തോന്നുന്നില്ല, ബോധ്യമില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇതിഹാസം മാറി, എപ്പിക്ക് മാറി, ലെജൻഡ് നല്ല മലയാളത്തിൽ എന്താ പറയുന്നത്? അതെ. ഇത് ഈ പേര് അങ്ങേയറ്റം വികൃതമായ ഒരു അനുകരണം. ഞാൻ ആ പുസ്തകങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുക. ഇത് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. 50കളുടെ ആദ്യത്തിൽ അക്കിത്തം എഴുതി പ്രസിദ്ധീകരിച്ച, ഏറെ പ്രസിദ്ധമായി പിന്നീട് ചർച്ച ചെയ്യപ്പെട്ട, പ്രസിദ്ധീകരിക്കപ്പെട്ട കാലത്തിന് വലിയ പ്രസിദ്ധിയൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് 70കളിലാണ്. ഈ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അക്കിത്തത്തിന്റെ ഏറെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യം. ഈ ഖണ്ഡകാവ്യത്തിലെ ഏതാനും വരികൾ നമ്മളെല്ലാവർക്കും കാണാൻ പാടാണ്. അത് ഇങ്ങനെയാണ്: വെളിച്ചം ദുഃഖമാണി, തമസ്സല്ലോ സുഖപ്രദം. നമ്മളെ ബോധതലത്തിൽ തങ്ങി നിൽക്കുന്നത് തമസവുമാണ്, ജ്യോതിർഗമയ. മലയാളത്തിലൊക്കെ പറയണം, വെളിച്ചമേ നയിച്ചാലും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. പക്ഷെ നമ്മളതിന്റെ പ്രയോഗവിധി എങ്ങനെയാണ്? വെളിച്ചമേ നയിച്ചാലും. ഇതാണ് നമ്മുടെ ബോധതലം. വെളിച്ചമേ നയിച്ചാലും എന്ന് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ജനതയുടെ മുന്നിൽ വെളിച്ചം ദുഃഖമാണ് നീ, തമസ്സല്ലോ സുഖപ്രദം എന്ന മഹാസന്ദേശം അവതരിപ്പിച്ചതാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. ഈ സന്ദേശം സവിശേഷമായ ആവിഷ്കാരത്തിലൂടെ മലയാളി സമൂഹത്തിന് മേലെ അടിച്ചേൽപ്പിക്കുന്ന ദൗത്യമാണ് ഖസാക്കിന്റെ ഇതിഹാസം നിർവഹിക്കുന്നത്. ഈ വെളിച്ചം ദുഃഖമാണ്, ഇരുട്ടല്ലോ ഈ തമസ്സല്ലോ സുഖപ്രദം എന്ന വരികളുടെ സാക്ഷാത്കാരത്തിന്റെ ഒരു നാടോടി കഥ ഈ പുസ്തകത്തിൽ, ഖസാക്കിന്റെ ഇതിഹാസത്തിൽ വളരെ ആർഭാടപൂർവം വിജയൻ എഴുതിച്ചേർന്നു. അപ്പുക്കിളി സ്കൂളിൽ ചേർന്നിട്ട് ഏതാനും നാളുകൾ കഴിഞ്ഞതിന് ശേഷം രവിയുടെ താമസ കേന്ദ്രത്തിൽ അഥവാ ഞാറ്റുപറയിൽ കുട്ടികൾക്കൊക്കെ വട്ടത്തിൽ വരച്ചു. അപ്പോൾ മാധവൻ നായർ കയറി ചേർന്നപ്പോൾ ഇതൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ ശിഷ്യ നല്ലോണം പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കമന്റ്. അപ്പൊ അവസാനം മാധവൻ നായർ പറയുന്നത്, നീയൊരു ബുദ്ധിശാലിയാണ്. ഇത് ഈ വട്ടം വരയ്ക്കൽ പണ്ടേ പഠിച്ചതാണ്, നീ ഇതുവരെ വന്നിട്ടില്ലല്ലോ, നീ ഒരു ഭയങ്കര ബുദ്ധിശാലി. ഇതിനെയാണ് പ്രയോഗം, ബുദ്ധിശാലി എന്ന് തന്നെയാണ് പേര്. ഈ ബുദ്ധിശാലിയായിട്ടുള്ള അപ്പുക്കിളിയെ പരിചയപ്പെടുത്തുന്ന ആ സന്ദർഭത്തിലാണ് മണ്ണൂരിനടുത്തുള്ള ഒരു കടച്ചിക്കൊല്ലനെ പരിചയപ്പെടുത്തുന്നത്. കടച്ചിക്കൊല്ലൻ എന്ന് പറയുന്നത് കരുവാനാണ്. കരുവാൻ കത്തിണ്ടാക്കുന്ന കരുവാനാണ് കടച്ചിക്കൊല്ലൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ കടച്ചിക്കൊല്ലന് അത്ഭുതകരമായ വിധത്തിൽ കണ്ടു കാണാത്തൊരവസ്ഥ വന്നു. കണ്ടു കാണാത്തൊരവസ്ഥയിൽ അയാൾക്ക് സകല വിജ്ഞാനങ്ങളും നാവിന്റെ തുമ്പത്ത് കാണാപ്പാടാണ്. അപ്പോ ഈ ഇങ്ങനെ വട്ടം കറങ്ങുന്ന സാധനം ഇത് വട്ടം കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് വേദാന്തങ്ങളും മുഴുവൻ ഓർമ്മ വരും. എല്ലാ ശാസ്ത്രങ്ങളും കൽപ്പനകളും ഇയാൾ കാണാപ്പാടം പറയും. അപ്പൊ ഈ അത്ഭുത സിദ്ധി കേട്ടറിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇയാളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ തേടി വരാറുണ്ട്. അങ്ങനെ ഉപദേശ നിർദ്ദേശങ്ങൾ തേടിയെത്തിയ ഈ തുഷാരത്തോട് ഇയാൾ പറഞ്ഞു, നിങ്ങളെ കണ്ണുകൾ കളഞ്ഞിട്ട് മടങ്ങി കൊടുക്കുക.
നിങ്ങളെ കണ്ണുകൾ കളഞ്ഞിട്ട് തിരിച്ചു വരിക, അപ്പൊ നേരെയാണ്. അഥവാ കണ്ടതൊന്നും ഒരു കാഴ്ചയല്ല, ഈ കാണുന്നതൊന്നും നേരല്ല. ഈ സവിശേഷമാണ് വെളിച്ചം ദുഃഖമാണ്, തമസ്സാണ് സുഖപ്രദം എന്ന അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസത്തിന്റെ ആശയത്തോട് സവിശേഷമായ വിധത്തിൽ ആധുനിക നോവൽ ഘടനയുടെ ചട്ടക്കൂട്ടിനകത്ത് നിർത്തി മലയാളി സമൂഹത്തെ പഠിപ്പിക്കുന്ന മഹാദൗത്യമാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിൽ നിന്ന് ഖസാക്കിന്റെ ഇതിഹാസത്തിലേക്ക് എത്തുമ്പോൾ OV വിജയൻ നിർവഹിക്കുന്ന കഴിവ്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിന്റെ കേന്ദ്ര കഥാപാത്രം എന്താ? കേന്ദ്ര കഥാപാത്രത്തിന്റെ പ്രത്യേകത ഞാൻ വിശദാംശങ്ങൾ ഒഴിവാക്കുകയാണ്. നോവൽ ആരംഭിക്കുന്നത്, അല്ലെ മറ്റേ ആ ഘട്ടകാവ്യം ആരംഭിക്കുന്നത്, തിരിഞ്ഞു നോക്കി പോകുന്നു ഞാൻ ചവിട്ടിപ്പോന്ന പുണ്യം. ആ പ്രയോഗങ്ങളൊക്കെ അസാമാന്യമായ അർത്ഥ സവിശേഷതകളുള്ള പ്രയോഗങ്ങളാണ്. എനിക്കുമുണ്ടായിരുന്നു സുഖം മുറ്റിയ നാട്. ഇതാണ് ഈ ചുരുങ്ങിയ വൈദ്യ എന്താ ഭാഷ വൃത്തം, ഈ അനുഷ്ടുപ്പ് വൃത്തത്തില് അതീവ ലളിതമായതല്ല. തിരിഞ്ഞു നോക്കി പോകുന്നു ഞാൻ ചവിട്ടിപ്പോന്ന ഭൂമിയില്. ഈ ചവിട്ടിപ്പോല സാധാരണമായ ഒരു അർത്ഥതരമുള്ള ഒരു പ്രയോഗം. ഈ സദസ്സിൽ ഈ ആഢ്യന്മാരായിട്ടുള്ള നമ്പൂരിമാരാരെങ്കിലും ഉണ്ടോ? ഈ നമ്പൂരി സമുദായത്തിൽ ഒരു പെണ്ണിനെ, ഒരു അത്തയന്മാരെ, ഒരു അന്തർജനത്തെ വേടി കഴിച്ച് പറഞ്ഞേക്കുമ്പോ ഈ വേടി കഴിഞ്ഞാൽ പിന്നെ പിണ്ടം പിന്നെ പെടില്ല, പിണ്ടം വെച്ച് പുറത്താക്കും. പിണ്ടം വെച്ച് പുറത്താക്കും. ഇങ്ങനെ പുറത്താക്കപ്പെടലാണ് വേളിയുടെ ഫലം എന്നതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ കൊണ്ട് വീട്ടിലെ അമ്മീമ ചവിട്ടിക്കും, കാലോണ്ട് ചവിട്ടിക്കും, ഒരലുമ ചവിട്ടിക്കും. എന്തിനാ ചവിട്ടിക്കണത്? ഇനി ഞാനും ഉപയോഗിക്കണില്ല, എൻ്റെ ആഹാരം പാചകം ചെയ്യാനുള്ള ഉപകരണം എന്ന വിധത്തിലും അമ്മിയും ഒരലും ഒന്നും ഞാനിനി ഉപയോഗിക്കില്ല. ഇതാണ് ഈ ചവിട്ടൻ പ്രയോഗം. അഥവാ അസന്നിഗ്ധമായ ബന്ധവിച്ഛേദത്തിന്റെ സവിശേഷമായ ഉള്ളടക്കത്തോടു കൂടിയ ഒരു പ്രയോഗമാണ് ഈ ചവിട്ടിപ്പോ. അക്കിത്തം വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കി പോകുന്നു ഞാൻ എവിടേക്ക്? ചവിട്ടിപ്പോന്ന ഭൂമിയിൽ. ഭൂമിയുമായ ഒരു ബന്ധവിച്ഛേദത്തിന് ഞാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ ഞാൻ അനുഭവിക്കുന്നത് എന്താണ്? എനിക്കും ഉണ്ടായിരുന്നു സുഖം മുറ്റിയ നാളുകൾ. എനിക്കും ഉണ്ടായിരുന്നു സുഖം മുറ്റിയ നാളുകൾ എന്ന് പറയുമ്പോൾ ആ സുഖം മുറ്റിയ നാളുകൾ അതേപടി ഇപ്പൊ നിലനിൽക്കണില്ല എന്നാണ് അതിന്റെ പച്ചമലയാളം. അഥവാ തകർന്ന ഫ്യൂഡൽ യുഗത്തിന്റെ ശേഷിപ്പുകൾക്ക് നഷ്ടപ്പെട്ട സ്വർഗത്തെക്കുറിച്ചുള്ള വിരാമം എന്താണോ ആ വിരാമമാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിലുള്ള. ഞാൻ പറഞ്ഞുപോയ കുഴപ്പമുണ്ടോ? ആ വിരാമത്തിന്റെ നോവൽ രൂപമാണ് ഖസാക്കിന്റെ. ഒന്നുകൂടി പറയാം, തകർന്നുകൊണ്ടിരുന്ന ഫ്യൂഡൽ സമൂഹത്തിന്റെ നഷ്ടപ്രതാപങ്ങളിൽ വേദനിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ വിഹ്വലതകളാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ പൊതുവെ സൃഷ്ടിക്കപ്പെട്ട ഒരു ധാരണ രവി ചോര. അങ്ങനെ ഒരു ധാരണ സൃഷ്ടിക്കപ്പെടാൻ ഇടയാക്കിയത് OV വിജയൻ ഈഴവനാണ്. അപ്പൊ പല നിരൂപകന്മാരും പറഞ്ഞു ഈ വിജയന്റെ ആത്മാംശമാണ് രവി.
എന്ന് പറഞ്ഞപ്പോൾ രവി വളരെ അശ്വസിക്കുന്നു. രവി തീയാൻ തന്നെ അത് ചോര നമ്മുടെ നാട്ടിൽ ഈ ഒരു സങ്കല്പമാണ് പലരും പിന്തുടരുന്നത്. യഥാർത്ഥത്തിൽ രവിയുടെ സമുദായം എൻ്റെ ഒരു രസകരമായ അനുഭവം പറയാം. ഞാൻ മിക്കവാറും ഈ ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയിൽ ഖസാക്കിനോട് ബന്ധപ്പെട്ട് കിട്ടാവുന്ന എല്ലാ പഠനങ്ങളും ഞാൻ വായിക്കാൻ ശ്രമിച്ചു. കിട്ടാവുന്ന മുഴുവൻ എന്തായാലും വായിക്കാൻ ബാക്കിയില്ല, മാക്സിമം വായിക്കാൻ ശ്രമിച്ചു. അതിലൊന്നിൽ ഈ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഞാനിതൊന്നും ഉറക്കെ പറയണമെന്ന് ആലോചിച്ചത് ഈ പല പണികളുകൊണ്ട് ഈ പണി ചിലപ്പോൾ നിൽക്കൂ. ഈ രവി ഒരു സവർണ കഥാപാത്രമാണ്. വടച്ചാൽ നമ്പൂരിയും നമ്പൂരി അല്ലാതെ പറയണ്ട, നമ്പൂരി അല്ലാതെ പറയണ്ട. ശിവരാമൻ നായരെ പേരെടുത്ത് വിളിക്കാം. ഇയാൾക്ക് ശിവരാമൻ നായർ ഒരിക്കൽ പോലും ഇങ്ങോട്ട് പേര് വിളിക്കണില്ല. ഉണ്ടോ? ബൗദ്ധന്മാരുടെ കൂടെ കൂടുന്നതിനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ ആളുകൾ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ എന്ന അർത്ഥത്തിലാണ് അതിന്റെ പ്രയോഗം. മാഷെന്ന് വിളിക്കണില്ല, പലപ്പോഴും വിളിക്കുന്നത് നിങ്ങൾ എന്നതിനപ്പുറത്ത് കടന്നില്ല എന്ന് മാത്രമല്ല. ശിവരാമൻ നായരുടെ രവിയുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ താമസിച്ചോളാൻ ഞാൻ പറയുമായിരുന്നു. നമ്മളെ വീട്ടിൽ താമസിച്ചോളാൻ ഞാൻ പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ ഏതായാലും ഈഴവനല്ല, ഉറപ്പാണല്ലോ. ഈഴവന്റെ സ്കൂളിനെ പറ്റി ഇവിടെ ഉമ്മങ്കാവിന്റെ അപ്പുറത്തുള്ള കേരളന്റെ സ്കൂളിനെ പറ്റി പറയുന്നിടത്ത് കേരളനെ ശിവരാമൻ നായർ സംബോധന ചെയ്തത് എന്തൊരു സ്കൂളുണ്ടായി, കോമ്പാളന്റെ സ്കൂൾ. ഈഴവനെ അവർക്ക് ചേർന്ന വിധത്തിൽ അവർ അഭിസംബോധന ചെയ്തത് കോമ്പാളം. അങ്ങനെ ഈഴവനോട് പെരുമാറുന്ന ശിവരാമൻ നായർ രവിയെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ ക്ഷണിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അതിന്റെ പരാധീനത ചൂണ്ടിക്കാണിച്ച് സ്വന്തം ഞാറ്റുവര രവിയുടെ താമസത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക. നമ്പൂരി അല്ല എന്ന് വാദിച്ചാൽ നായരെങ്കിലും ആണ്. മിനിമം നായരെങ്കിലും ആണ്. അഥവാ സവർണ. ഈ സവർണതയുടെ മേലാള ജീവിതം രവിയുടെ ഭൂതകാലം വിശദീകരിക്കുന്ന വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നോവലിസ്റ്റ് വളരെ കൃത്യമായി അവതരിപ്പിക്കുന്നു. രവി ഈ സവർണ മേലാള അന്തരീക്ഷത്തിൽ നിന്ന് സവിശേഷമായ ജീവിത സാഹചര്യങ്ങളിൽ തെറിച്ചു വീണ ഒരു ക്യാരക്ടറാണ്. ആ തെറിച്ചു വീഴൽ പല വിധത്തിൽ സംഭവിക്കാം. ഒന്ന് കുടുംബഘടന തകരുന്നുണ്ട്, പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മാറ്റം വരുന്നുണ്ട്. കൂട്ടുകുടുംബ വ്യവസ്ഥ മാറ്റം വന്നു എന്ന് മാത്രമല്ല, രവി ജീവിക്കുന്നത് കുട്ടിക്കാലത്ത് അച്ഛനോടൊപ്പം അമ്മ വീട്ടിൽ നിന്ന് മാറി അച്ഛൻ്റെ ജോലി സ്ഥലത്ത് അമ്മയും എത്തി അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മാറ്റം വന്നു. ഈ മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായ ഘടനയിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഘട്ടം ആരംഭിക്കും. അവിടെയാണ് രവിയുടെ ബാല്യകാലം ചെലവഴിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരണപ്പെട്ടു. അമ്മ മരണപ്പെട്ട് രണ്ടാനമ്മ വരും. സ്വാഭാവികമായും ഡോക്ടറായി പണിയെടുക്കുന്ന അച്ഛൻ, രണ്ടാനമ്മ, ഇങ്ങനൊരു ജീവിത സാഹചര്യത്തിൽ
ആ കുട്ടിക്ക് സംഭവിക്കുന്ന മനോവിഭ്രമത്തിന്റെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് നമുക്ക് ഏകദേശം അനുമാനിക്കാവുന്നതാണ്. ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക്. ഈ മനോവിഭ്രാന്തി യഥാർത്ഥത്തിൽ രവിയെ കൂടുതൽ ഗൗരവപ്പെട്ട മാനസിക രോഗാവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ എത്തിക്കുന്നുണ്ട്. അഥവാ രവി സാമാന്യം പറഞ്ഞു പോകാവുന്ന വിധത്തിലാണെങ്കിൽ ഒരു സ്കിസോഫ്രീനിയ മനോരോഗിയായി മാറിക്കഴിഞ്ഞു. ഞാൻ ഈ സ്കിസോഫ്രീനിയ എന്ന റെഫറൻസ് നടത്തി പറയുന്നതാണ്. ഈ സ്കിസോഫ്രീനിയ എന്ന സവിശേഷമായ പേരുള്ള മനോരോഗം ബാധിച്ചാണ് ഈ അമ്മമാരെ തിരിച്ചറിയാൻ വിഷമാണെന്ന് മാത്രമല്ല, ഇവരുടെ സവിശേഷമായ മനോവ്യാപാരം വീണ്ടും ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു പോകുക. ഇതൊരു മനോനിലയുടെ പ്രത്യേകത. ഇത് ഈ മനഃശാസ്ത്രകാരന്മാർക്ക് വളരെ ഗൗരവമായിട്ട് പറയുന്നു. ഈ അവസ്ഥ രവിയെ ബാധിച്ചിട്ടുണ്ട് എന്ന് നോവലിസ്റ്റ് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തിയതായി അവർ കാണിച്ചു. അതിന്റെ ആദ്യത്തെ സന്ദർഭം രവി ഖസാക്കിലെത്തിയ ദിവസം രവിയുടെ ഒരു കുളിക്കാൻ പോകപ്പെടും. ആ കുളിക്കാൻ പോണിടത്ത് രവി കാണുന്നതിന്റെ തമാശയ്ക്ക് ഞാൻ പിന്നെ വരാൻ പാടില്ല. അവിടെ രവി ഒരല്പം ചൂടുള്ള വെള്ളത്തിൽ ആണ്ട് മുങ്ങി നീണ്ട സമയം ചെലവഴിക്കുക. മനസ്സിലായി? ആണ്ട് മുങ്ങിയിട്ടുള്ള ആ ഒരു ഇരിപ്പുണ്ട്. ആ ഒരു ഇരിപ്പ് ഈ പ്രത്യേകതയുള്ള മനോരോഗിയുടെ മനോവിഭ്രാന്തിയുടെ സംശയരഹിതമായ പ്രവർത്തനം. സംശയമുള്ള മനോരോഗ ചികിത്സകന്മാരോട് പരിശോധിച്ചാൽ ഈ കേസ് അവർ സാക്ഷ്യപ്പെടുത്തും. ഇതേ പ്രദർശനം നോവലിന്റെ അവസാന ഭാഗത്ത് നേരത്തെ മാഷ് ഈ വെളിപാട് കേൾക്കാൻ പോയി. ഉഷാരിയുടെ ഭഗവതിനെ കാണാൻ പോയില്ല, നല്ലമ്മയുടെ ആരാധനാ കേന്ദ്രത്തിലേക്ക് പോയത്. നല്ലമ്മയും ഒത്ത് വീണ്ടും അമ്മയുടെ ഗർഭാശയത്തിൽ ഒന്നിച്ച് ശയിക്കാൻ രവി മോഹിച്ചു. വാചകത്തിൽ ചിന്തയുടെ മാറ്റുണ്ടാവും, ഉള്ളടക്കം ഇത് തന്നെ. സംശയത്തിനിടയില്ലാത്ത മനോവിഭ്രാന്തിയിൽ നിന്ന് മനോരോഗാവസ്ഥയിലേക്ക് രവി എത്തിച്ചേർന്നിരുന്നു. ഈ മനോരോഗാവസ്ഥയുടെ ബഹുപ്രകടനങ്ങളിൽ ഒന്ന് എന്ന വിധത്തിലാണ് രണ്ടാം അമ്മയുമായുള്ള, അച്ഛൻ രണ്ടാമത് കെട്ടിയ അമ്മയുമായുള്ള രവിയുടെ ലൈംഗിക വീഴ്ചയെ ഞാൻ പറഞ്ഞ അഭ്യർത്ഥന കേവലമായ ഒരു കാമാസക്തിയുടെ പ്രകടനം എന്നതിനപ്പുറം ഈ മനോവിഭ്രാന്തിയുടെ കൃത്യമായ പ്രദർശനമായിട്ടാണ് ആ നീക്കത്തെ കണക്കാക്കിയത്. 4 പലരും പറയണത് പാപബോധം കൊണ്ട് രവി നാട് വിട്ട് ഇങ്ങനെ അലയാൻ തുടങ്ങി എന്നാണ്. അത് വസ്തുതയല്ല, ഒരു ഭാഗത്തിന് പിന്നീട് പറയാം. രവി യഥാർത്ഥത്തിൽ നാട് വിടുന്നത് മനോരോഗികൾക്ക് മാരകമായ വിധത്തിൽ പരീക്ഷാ പേടി അദ്ദേഹത്തിന്റെ ആത്മബലം തകർക്കുമ്പോഴാണ്. നോവലിന്റെ വൃത്തിയാണ് ഈ വിശദീകരണം. പരീക്ഷാ പേടി. ഈ പരീക്ഷാ പേടി പരീക്ഷ വരുന്നതിനും അല്പം മുമ്പ് തന്നെ ആ സന്ദർഭം നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. നോവൽ വായിച്ചിട്ടുള്ള ആളുകളുടെ മുഴുവൻ മനസ്സിൽ ഈ ആസ്ട്രോഫിസിക്സും പിന്നെന്താ വേദാന്ത ചിന്തയുമായിട്ട്
ആസ്ട്രോഫിസിക്സും ഉപനിഷത്തും കൂട്ടിയോജിപ്പിക്കുന്ന വിഖ്യാതമായ ഒരു രചന ഒരു അമേരിക്കൻ പ്രൊഫസർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അമേരിക്കയിൽ ഉപരിപഠനത്തിന് ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാമുകന്മാർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കണം. ആരെങ്കിലും ഇത്തരത്തിൽ ഉപരിപഠനത്തിന് അമേരിക്കയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പരീക്ഷയിൽ പാസ്സാവണ്ടേ? രവി ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ പരീക്ഷയിൽ പൊട്ടിപ്പോയെങ്കിലോ? ചോദ്യം എന്ത്? ഞാൻ ഈ പരീക്ഷയിൽ പൊട്ടിപ്പോയെങ്കിലോ എന്ന് ചോദിക്കുന്നത് ആത്മവിശ്വാസ തകർച്ചയുടെ പരസ്യമായ പ്രകടനമാണ്. ആ പരസ്യ പ്രകടനത്തിന്റെ അടുത്ത ഘട്ടത്തിലാണ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ മുഴുവൻ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷാ പഠനത്തിന്റെ മുറജപം എന്നൊരു പ്രയോഗമുണ്ട്. ഇവിടെയാണ് ഇതൊക്കെ നമ്പൂരിത്തം വരുന്നത്. ഇത് പരീക്ഷാ പഠനത്തിന്റെ മുറജപം എന്നാണ് പ്രയോഗം. ഈ മുറജപം നടക്കുമ്പോൾ ആണ് രവി ഹോസ്റ്റലിൽ നിന്ന് നാട് വിട്ട് തന്റെ അലച്ചിൽ ആരംഭിച്ചു. പാപബോധത്തിന്റെ പ്രശ്നമേ ഉത്ഭവിക്കണില്ല എന്നർത്ഥം. ഈ മനോവിഭ്രാന്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നമ്മൾ ഈ നോവലിൽ കാണുന്ന സന്ദർഭങ്ങളിലെല്ലാം ഏറിയും കുറഞ്ഞും അദ്ദേഹത്തെ പിന്തുടരുന്നതായും നമുക്ക് കാണാം. ഈ മനോവിഭ്രമത്തിന്റെ സ്വാഭാവിക പ്രതിഫലനം എന്ന നിലക്ക് ഇയാളുടെ അലച്ചിൽ ആരംഭിക്കും. ഈ അലച്ചിൽ ആരംഭിക്കുന്നതോടുകൂടി ഇയാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന കാമുകി ഇയാൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഇയാൾ മനസ്സിലാക്കുന്നത്. കാരണം ഇയാൾ പഠിക്കണില്ല, ഇയാൾ നാട് വിട്ട് ഇയാൾ അലഞ്ഞു തിരികെയാണ്. കോളേജിൽ പഠിക്കണ കാലത്തുണ്ടായിരുന്ന പ്രിയപ്പെട്ട കാമുകി അയാൾക്ക് കൈവശമാണ്. ഇതും അയാളുടെ മനോവിഭ്രാന്തി വർദ്ധിപ്പിക്കാൻ ഇടവരുത്തി.